ഈ വണ്ടി നിങ്ങളുടെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ വണ്ടിയുടെ നമ്പർ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോണിൽ നോക്കി. അപ്പൊ അതെ, എന്റെ വണ്ടി തന്നെയാണ്. അതെ, ഞാൻ വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വണ്ടി ഏതൊരു ഡേറ്റ് പറഞ്ഞു എന്നോട്. ആ ഡേറ്റിൽ അതിലൂടെ പാസ് ചെയ്തു. അപ്പൊ എനിക്ക് ഉറപ്പായി ഏതോ കട തട്ടിമറിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് എന്റെ കടയുടെ ഫ്രണ്ടില് വണ്ടി നിർത്തി. ഒരു 100 രൂപ ചോദിക്കുമ്പോഴത്തേക്കും ഡാഡി 500 രൂപ തരും. അപ്പൊ നമുക്കറിയില്ല പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. ഈ പറഞ്ഞ പോലെ പൈസക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എനിക്ക് ആ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇതിന്റെ പൈസക്ക് ഇത്ര വില ഉണ്ടായിരുന്നോ. ഒരു 8 ലക്ഷം രൂപ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. കാരണം ഞാനൊരു 23 വയസ്സുള്ള സമയത്താണ് ബിഗ് ബോസിൽ അന്ന് മത്സരാർത്ഥിയായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു 8 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടത്തില്ല. വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നു. അത് എനിക്ക് ലൈഫിൽ സന്തോഷം തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാനൊരു ബാഹുബലി സിനിമ ഉണ്ടല്ലോ, അതിൽ ബാഹുബലിയുടെ ഇരിക്കുന്നത് വാളാണ്, മറ്റേ വില്ലൻ്റെ അടുത്തിരിക്കുന്ന വാളാണ്. പക്ഷേ ബാഹുബലിയുടെ അടുത്തിരിക്കുമ്പോൾ വാളുള്ളപ്പോൾ ജനങ്ങളെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യണത്. നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന പണം നല്ലതായിരിക്കും. ഹൗ യു മാനേജ് മണി, എങ്ങനെയാണ് പണത്തിനെ ഉപയോഗപ്പെടുത്തുന്നത്? അത് നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല, എങ്ങനെ അത് സമൂഹത്തിനും അല്ലെങ്കിൽ കുടുംബത്തിനും നമുക്കും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? ചേച്ചിയുടെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തില് പണം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരുന്നില്ല. അത് വിചാരിച്ചിട്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് പോയ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ ഇനി ഒരാൾ അങ്ങനെ അബദ്ധം കാണിക്കരുത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ പണം മാത്രമാണ് എല്ലാം എന്നുള്ളതല്ല, പണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബന്ധുക്കളുടെ കാര്യത്തിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ലൈഫിൽ സെറ്റിൽഡ് ആണെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു കൂട്ടം മനുഷ്യർ എൻ്റെ ചുറ്റും ഉണ്ടെന്ന് ഞാൻ. എനിക്ക് കാശ് തരാതെ അയാൾ പോയി, അത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, അതിന്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്യണത്. അങ്ങനെ പോകാൻ പാടില്ല. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടി ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വേറെ പണം സന്തോഷം നൽകുന്നുണ്ടോ? ഈസ് മണി മോർ ഇമ്പോർട്ടൻറ്റ്? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ് ഓപ്പൺ ഇന്ററാക്റ്റീവ് സീരീസ്. നാദിറ മെഹ്റിൻ, ആർട്ടിസ്റ്റ്, എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. നിഖിൽ ഗോപാലകൃഷ്ണൻ, ഹെഡ് ഓഫ് പെൻറ്റഡ് സെക്യൂരിറ്റീസ്. രഞ്ജിനി മേനോൻ, സീനിയർ ടെലിവിഷൻ ഹോസ്റ്റ്. സിമി സാബു, ബ്ലോഗർ, റിയാലിറ്റി ഷോ വിന്നർ. സനൂപ് സിദ്ദീഖ്, ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. നമ്മൾ ഇപ്പോൾ ബോളിവുഡ് ആക്ട്രസ് വിദ്യാബാലൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഉറക്കെ പറഞ്ഞായിരുന്നു വിദ്യാബാലന് പണത്തിനോടുള്ള സ്നേഹത്തെക്കുറിച്ച്. ഐ ലവ് മണി എന്ന് കോൺഫിഡൻറ്റോടെ വിദ്യാബാലൻ പറഞ്ഞായിരുന്നു. പണത്തെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ പണം എനിക്ക് വേണം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മളുടെയൊക്കെ ഒരു കൗമാരവും യൗവനവും ഒക്കെ കടന്നു വന്നത്. പക്ഷെ ഇന്ന് പലരും പണം ആവശ്യമാണ്, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണം ഉണ്ടെങ്കിലേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടൂ, ഞാൻ പണത്തെ അത്രയധികം സ്നേഹിക്കുന്നുവെന്ന് സ്ത്രീകൾ തന്നെ ഉറക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, പണത്തെ സ്നേഹിക്കുന്നത്, ആ പണത്തിനോടുള്ള സ്നേഹം ഉറക്കെ പറയുന്നത് അത്ര മോശം കാര്യമാണോ? അത് ശരിക്കും നല്ലതല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പൊ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണ മാതിരി തന്നെയല്ലേ പണത്തിന്. അല്ല, പക്ഷെ പണത്തിനോടുള്ള ഇഷ്ടം പറയുന്നത് നമ്മൾ എന്തോ ഒരു ആർത്തി പണ്ടാരമാണ്, നമ്മൾ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, സ്നേഹമാണ് വലുത്, മനസ്സമാധാനമാണ് വലുത്. പണത്തിനോടുള്ള സ്നേഹം പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് ആ വ്യക്തി അവിടെ ജഡ്ജ് ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അല്ല, ഇതിലേ ഇത് ഗുഡ് മണി ബാഡ് മണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട്, ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു സർവീസ് തരുന്നു, യു ആർ ഗിവിംഗ് മീ മണി ബിക്കോസ് യു ആർ ഹാപ്പി, ദാറ്റ് ഈസ് റീസൺ ഐ എം ടേക്കിംഗ് മണി. അപ്പം ഞാനും സാറ്റിസ്ഫൈഡ് ആണ് മണി വാങ്ങുന്നത്. അപ്പോൾ എനിക്കിത് കുറച്ച് സമയമുള്ള ഞാൻ പെട്ടെന്ന് പറയാം. ഇതിലിപ്പോൾ നമ്മൾ ബാഹുബലി സിനിമ ഉണ്ടല്ലോ, അതിൽ ബാഹുബലിയുടെ ഇരിക്കുന്നത് വാളാണ്, മറ്റേ വില്ലൻ്റെ അടുത്തിരിക്കുന്ന വാളാണ്. പക്ഷേ ബാഹുബലിയുടെ അടുത്തിരിക്കുന്ന വാളുള്ളപ്പോൾ ജനങ്ങളെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യണത്, മറ്റേ ആളുടെ അടുത്തിരിക്കുന്ന വാള് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന പണം നല്ലതായിരിക്കും. നിങ്ങൾ പക്ഷെ ദുഷ്ടനാണെങ്കിൽ ആ പൈസ അടിച്ച് നിങ്ങൾ മൊത്തം നശിപ്പിക്കുക ചെയ്യാൻ പോണത്. സോ യു ഡിസൈഡ് ദാറ്റ് ഇഫ് യു ആർ ഗുഡ്, ടെൽ ഇറ്റ് ലവ്ലി, എന്താ പറയുക, പണത്തിനെ സ്നേഹിക്കുന്നു. ആൻഡ് അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ആൾക്കാർ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ രക്തം ടാറ്റ മരിച്ചപ്പോൾ ഒരു ബിസിനസ്സുകാരനല്ല മരിച്ചത്, എല്ലാവരും കരഞ്ഞില്ലേ? കാരണം അങ്ങനെ ആകെ ചെയ്തിട്ടുള്ള കാര്യം അങ്ങേരും പണം ഉണ്ടാക്കി, നാട്ടുകാർക്ക് എല്ലാവർക്കും പണം ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ നമുക്ക് ഈ പണം കൊണ്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആർട്ടിസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും. ഇപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരോടും ഡാൻസ് കളിക്കുന്നവർ, പാട്ട് പാടുന്നവരായിരിക്കും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്.
ശരിക്കും ഒരു ബിസിനസ്സുകാരനും ഒരു ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മനസ്സിലാക്കാതെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നാരായണമൂർത്തി അല്ലെങ്കിൽ ഇപ്പൊ ജെഫ് ബിസോസ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞ ആർട്ടിസ്റ്റുകളാണ്. നമ്മളവരെ എലോൺ മസ്ക്. എല്ലാവരും ഇത്തിരി പ്രാന്തമുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും ഇപ്പൊ ശരിക്കും പറയാം. അപ്പോൾ ഇപ്പൊ ഞാൻ സാധാരണ എൻ്റെ അടുത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരു 15 മിനിറ്റ് വർത്താനം പറഞ്ഞ് ഇവർ പറയും ഞങ്ങൾക്ക് ആർട്ടിനോടുള്ള ഭ്രാന്തിയാണ് നിങ്ങൾക്ക് ഇതിനോടുണ്ടല്ലോ. അപ്പൊ സോ ഇത് കാരണം നമ്മളത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആകെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇതൊരു നമ്മളുടെ അടുത്ത് പൈസ കൂടുന്തോറും ഇപ്പൊ എൻ്റെ ഇതിൽ പറഞ്ഞ ചില ആൾക്കാരൊക്കെ എന്നോട് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അധികം കാശില്ല എന്നാലും കുറേ ആൾക്കാരെ സഹായിച്ചിരുന്നു. അപ്പൊ എനിക്ക് ആകെ പറയാനുള്ള കാര്യം അങ്ങേരുടെ അടുത്ത് ഇപ്പോൾ അതിന്റെ 10 ഇരട്ടി കാശിനായിരുന്നു എന്ത് സംഭവിച്ചാൽ 10 ഇരട്ടി ആൾക്കാരെ സഹായിക്കാൻ പറ്റിയത്. അപ്പൊ നമ്മൾ കാശിനെ കൂടുതൽ സ്നേഹിക്കും തോറും നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം അല്ല, ഈ കാശ് ഉണ്ടാക്കാൻ കഴിവില്ലാത്തവനെ കഴിവ് കെട്ടവനെന്നും മരമണ്ടനെന്നും പൊതുവെ സമൂഹം പറയാറുണ്ട്. ഒരുപാട് നന്മ ചെയ്യുന്നവന് അധികം കാശുണ്ടാക്കാൻ പറ്റില്ല. ഒരുപാട് സേവനം ചെയ്യുന്നവന് അധികം കാശുണ്ടാക്കാൻ പറ്റുന്നില്ല. അവനെ ഇപ്പോൾ സമൂഹം കഴിവ് കെട്ടവനെന്നും, അതായത് പലരും പറയുന്നത് EMI പ്രോപ്പറായിട്ട് അടയ്ക്കാൻ പറ്റാത്തവനെ കഴിവ് കെട്ടവനെന്നാണ് സമൂഹം പറയുന്നത്. അപ്പോ ഇപ്പൊ നിഖിൽ പറഞ്ഞല്ലോ, അതായത് കാശ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും, സേവനം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഈ നന്മ ചെയ്ത് കയ്യിലുള്ള കാശ് മുഴുവൻ പോയി ഇതേപോലെ EMI പോലും അടയ്ക്കാൻ പറ്റാത്തവനെ സമൂഹം കഴിവുകെട്ടവൻ എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പൊ എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞത് ഞാൻ സമൂഹം എന്ത് തിങ്ക് ചെയ്യണം എന്നുള്ളത് തിങ്ക് ചെയ്യണ ഒരു സ്പേസിലല്ല ഇരിക്കുന്നത്. ഞാനത് സത്യത്തിൽ ഞാൻ ആലോചിക്കാറില്ല. അപ്പോൾ EMI ഉള്ളത് എനിക്ക് കംഫർട്ടാണെന്നെങ്കിൽ കീപ്പ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലിരിക്കുന്ന ടൈമിൽ കൊച്ചിനെ സഹായിക്കണേക്കാളും മുന്നേ നമ്മുടെ കാര്യം നോക്കണം എന്ന് പറയല്ലേ. അപ്പോൾ ഈ കട കൊടുക്കണേക്കാളും എല്ലാക്കാളും മുന്നേ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പൈസ മാനേജ് ചെയ്യാൻ അറിയാത്തൊരു കുഴപ്പം കൊണ്ടാണ്. അതൊരു വിദ്യാഭ്യാസ കുറവാണ്. വിദ്യാഭ്യാസം വെച്ചാൽ പൈസ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ കപ്പാസിറ്റിക്കുള്ള ലോണാണ് എടുക്കണമെന്നുള്ളത്. അപ്പോൾ അമിത ചെലവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഓണസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാരണം ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം എന്താ, നുണ പറയാണ്ടിരിക്കുന്നതാണ് ഓണസ്റ്റി. അതല്ല, എൻ്റെ അടുത്തുള്ള പൈസയ്ക്ക് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാണ്ട് ഞാൻ ഇഷ്ടത്തോടെ ജീവിക്കുന്നതാണ് ശരിക്കുള്ള ഓണസ്റ്റി. ഇപ്പം ഞാനിടുന്ന ഡ്രസ്സ് എനിക്ക് നിങ്ങളെ സന്തോഷിപ്പെടുത്താനായിട്ട് നല്ല ബ്രാൻഡ് ഇടണ്ട, ഈ ഡ്രസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ ഇൻകത്തിനനുസരിച്ചുള്ള ഷർട്ടാണ് ഞാൻ വാങ്ങിയിട്ടേക്കുന്നത്. ഐ എം നോട്ട് ട്രൈങ് ടു ഇംപ്രസ് യു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഓണസ്റ്റി ഉള്ള ആളാണ്. പക്ഷെ ഞാനിവിടെ നിന്ന് പലപ്പോഴും നമ്മുടെ കടക്കിലുള്ള വിചാരം എന്താ, ഞാൻ നുണ പറയാണ്ടിരിക്കുന്നതാണ് ഓണസ്റ്റി എന്നത്. അതല്ല, നമ്മളെല്ലാവരും നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്കറിഞ്ഞ ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഞാനൊരു കാര്യത്തിൽ മുടി ഡൈ ചെയ്യണ കാര്യം നിർത്തിയതിൻ്റെ കാര്യം തന്നെ ഐ വാണ്ട് ടു ബി എ ഓണസ്റ്റ് മാൻ. ശരിക്കും പറഞ്ഞില്ല, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ വെക്കണം എന്ന് ഒറ്റ കാര്യം വെച്ചാൽ വൺ പോയിന്റ് ഓഫ് ടൈം ഐ വാസ് അണ്ടർസ്റ്റാൻഡിങ്, ഐ റിയലൈസ് ഓക്കെ, ഞാൻ മിററിൽ നോക്കുമ്പോൾ ഐ എം ലൈയിങ് ടു മൈസെൽഫ്. രജനീകാന്തിനെ പോലെ. ഒരു കാര്യം മനസ്സിലായി, നിഖിൽ ഇസ് നോട്ട് ഓൺലി എന്താ പറയാ മണി മാനേജ്മെന്റ് എക്സ്പേർട്ട്, ഈസ് എ വെരി ഗുഡ് ഇൻ മാർക്കറ്റിംഗ് ഓൾസോ. അതായത് നല്ലൊരു സ്വയം മാർക്കറ്റ് ചെയ്യാനും കൂടി പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് നിഖിൽ പറഞ്ഞൊരു കാര്യത്തിനോട് അതിന് പറയുന്നതിന് മുമ്പ് തന്നെ കൂട്ടിച്ചേർക്കാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വിഷയത്തിനെ നമ്മളൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് മുഴുവൻ തെറ്റ്, പൈസ ഉണ്ടാക്കുന്നതൊക്കെ തെറ്റ്, പൈസ ഇല്ലാത്ത ദരിദ്രന്മാർ എല്ലാം കുഴപ്പക്കാര്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ അറിയാത്തവൻ മണ്ടൻ, അങ്ങനെ പറയുന്നതല്ല. ഇതിനൊരു ഗ്രേ ഏരിയ ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആവുന്നൊരു സ്ഥലമുണ്ട്. ഹൗ യു മാനേജ് മണി, എങ്ങനെയാണ് പണത്തിനെ ഉപയോഗപ്പെടുത്തുന്നത്, അത് നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല എങ്ങനെ അത് സമൂഹത്തിനും അല്ലെങ്കിൽ കുടുംബത്തിനും നമുക്കും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് പണം അതിലെ നല്ലതും നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ? പണം സന്തോഷം. ഇത് സത്യം പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഡിസ്കഷന് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇതിനെ കൃത്യമായിട്ട് നമുക്ക് യെസ് ഓർ നോ പറയാൻ പറ്റില്ല. പണം എന്ന് പറയുന്ന ഒരു കാര്യം, പണ്ടൊരു സെയിങ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പണം ആണ് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ട്, ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വസ്തുത. പക്ഷേ പണം തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും അധികം ട്രസ്റ്റ് കൊടുക്കുന്നത്. ഒരാളെ വിശ്വസിക്കാൻ നിങ്ങളൊരു ഇത്ര പണം കൊടുത്തു, 1,00,000 രൂപ കൊടുത്തിട്ട് പിന്നെ ആ പണത്തിന്റെ മുകളിൽ അയാൾ തിരിച്ച് എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെന്നനുസരിച്ച് നമുക്ക് ട്രസ്റ്റ് നമുക്ക് നിർണ്ണയിക്കാന്ന് പറയും. അപ്പോൾ ഈ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പണം തന്നെയാണ്
വേറൊരു തരത്തിൽ ട്രസ്റ്റിന് നിദാനമാവുന്നത്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് പണമുള്ളവൻ മിടുക്കൻ, പണമില്ലാത്തവൻ മണ്ടൻ ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല. ചില സമയങ്ങളിൽ പണം വളരെ നിർബന്ധമാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ മലയാളികൾക്ക് അറിയാം എന്നെ, ടെലിവിഷൻ രംഗത്തും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഓൺടർപ്രണർ കൂടിയാണ് ഞാൻ പഠിച്ച സാമ്പത്തിക ശാസ്ത്രവും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, പണം എന്ന് പറയുന്നതിനെ തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മൾ ലക്ഷ്മി എന്ന് പോലും അതിനൊരു ദേവതയുടെ റോള് പോലും കൊടുക്കുന്നുണ്ട്. അപ്പൊ മണി എന്ന് പറയുന്നത് മോശം കാര്യമല്ല, പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, എവിടെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് അതിന്റെ കാര്യം ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാദര, ഇപ്പോ നാദരയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിഗ് ബോസ് എക്സ് കോണ്ടസ്റ്റന്റ് ആണ്. മാത്രമല്ല ബിഗ് ബോസ് ഷോയില് നാദരയുടെ മുന്നിൽ ബിഗ് ബോസ് ഒരു മണി ബോക്സ് നീട്ടിയായിരുന്നു. ലക്ഷങ്ങളുള്ളൊരു മണി ബോക്സ് നീട്ടിയായിരുന്നു. അപ്പോൾ നാദര പറഞ്ഞത് ഇനി ഗെയിം തുടരുകയാണെങ്കിൽ ഈ മണി ബോക്സ് കിട്ടില്ല. അപ്പോൾ നാദര പറഞ്ഞത് ഇനി റിസ്ക് എടുക്കുന്നില്ല, ഞാൻ ഈ മണി ബോക്സും കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഇതെന്റെ സ്വാർത്ഥതയാണെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. ആ സ്വാർത്ഥത എന്നുള്ളൊരു വേർഡാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതായത് നാദരയ്ക്ക് ജീവിക്കാൻ പണം വേണം. അതായത് നാദര സ്വയം തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കണം, ആരുടെയും ഹെൽപ്പില്ലാതെ. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് കെട്ടിപ്പടുക്കേണ്ടത്. വേറൊരാളുടെ ഹെൽപ്പിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം നമുക്ക് ആ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പണം അനിവാര്യമാണ്. അതൊരിക്കലും ഒരു സ്വാർത്ഥതയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ നാദര പറഞ്ഞു, നിങ്ങൾ ആരും അതൊരു സ്വാർത്ഥതയായിട്ട് കരുതരുതെന്ന്. ഒരു പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. പണം ആവശ്യപ്പെടുന്നത്, പണം എടുക്കുന്നത് ഒരു മോശം കാര്യമായിട്ടാണ് ഇപ്പോൾ സൊസൈറ്റി തിങ്ക് ചെയ്യുമോ എന്നുള്ളൊരു ഉൾഭയം നാദരയ്ക്ക് അന്നും ഉണ്ടായിരുന്നല്ലേ? നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പണത്തെ പറ്റി സംസാരിക്കുന്നത് വലിയ മോശമുള്ള കാര്യമായിരുന്നു. കാരണം പണം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ പണത്തെ പറ്റി സംസാരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് എന്തൊരു മോശപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്ന പോലെ ഒരു കാലഘട്ടം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മാറി ഇന്ന് കുറച്ചും കൂടി ലിബറലായിട്ട് ആളുകൾ പണത്തിന്റെ ആവശ്യകതയെ പറ്റി തിരിച്ചറിഞ്ഞുകൊണ്ടേയാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആ ബിഗ് ബോസിനകത്ത് ഇരുന്ന സമയത്ത് അന്ന് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉള്ളത്, എന്നെ വോട്ട് ചെയ്ത് നിലനിർത്തിയിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്, അവർക്കൊരു സന്തോഷം കൊടുക്കണം. പക്ഷെ അത് കൊടുക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ വിന്നർക്ക് മാത്രമേ വലിയൊരു തുക കിട്ടത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് മറ്റാർക്കും തുക ഇല്ല, പെർ ഡേ എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു 8 ലക്ഷം രൂപ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. കാരണം ഞാനൊരു 23 വയസ്സുള്ള സമയത്താണ് ബിഗ് ബോസിൽ അന്ന് മത്സരാർത്ഥിയായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു 8 ലക്ഷം രൂപ ഒരു ദിവസം കൂടി എനിക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ ചിന്തിക്കേണ്ടതാണ്, ഈ ദിവസമുള്ള ഒരു കൂലിക്ക് അപ്പുറത്തേക്ക് ഒരു 8 ലക്ഷം രൂപ കൂടി ചേർത്ത് വെക്കുമ്പോൾ അന്ന് 23 വയസ്സുള്ള ഒരാൾക്ക് ഇത്ര ലക്ഷങ്ങൾ വലിയൊരു തുകയായിട്ട് ഞാൻ കാണുന്നു. അത് എനിക്ക് ലൈഫിൽ സന്തോഷം തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാനൊരു പ്രോപ്പർട്ടിയുടെ ഓണറാണ്, അല്ലെ? ഈ ഓണർക്ക് ഇപ്പൊ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് സമാധാനമുണ്ട്, ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഒരു അന്തസ്സുണ്ട്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരു മനുഷ്യന് അന്തസ് ഉണ്ടാവും. കാരണം അവന് വിലയുണ്ട്, സമൂഹത്തിലേക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവന് സാമ്പത്തികമായിട്ട് ശേഷിയുണ്ടെന്നൊക്കെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ദുൽഖറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, എനിക്ക് പടത്തിന്റെ പേര് ഞാൻ കുറെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ലക്കി ഭാസ്കറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, പൈസ ഉണ്ടായാൽ പോരാ, അത് 10 പേര് അറിയണം, കാണിക്കണം, എന്നാൽ മാത്രമേ വിലയുള്ളൂ. പൈസ പറഞ്ഞൊരു വിരുദ്ധമാണ് കേട്ടോ, ഓപ്പോസിറ്റ് അഭിപ്രായം കൂടി ഉണ്ട്. ഞാനൊരു ഇപ്പൊ നേരത്തെ പറഞ്ഞത് അത് മാർക്കറ്റിംഗ് ആണ്. നല്ല മനുഷ്യനാണെന്ന്, നല്ലൊരു വസ്ത്രം ധരിക്കുക, കയ്യിലൊരു iPhone 16 Pro Max കൊണ്ട് നടക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്റെ ഇപ്പോഴത്തെ ലൈഫിന് വലിയ ആപ്റ്റാണ്. പക്ഷെ അത് ഞാനിപ്പോ ഒട്ടും സെലിബ്രിറ്റി അല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ കുറച്ചും കൂടി നോർമൽ ആയിട്ടുള്ള ഒരു വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലോ നടന്നാൽ മതി. പക്ഷെ കാശ് ഉണ്ടെന്ന് 10 പേരെ കാണിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്പേസിൽ നമ്മൾ 10 പേര് കൂടുന്നിടത്തേക്ക്, പ്രത്യേകിച്ച് കുടുംബത്തിന്റെ അകത്ത് ഒക്കെ വലിയ വിലയുണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ അതെ അതെ. ഇപ്പം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മളൊക്കെ പലപ്പോഴും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ റോൾ മോഡൽ ആക്കുന്ന ഒരാളാണ് ഞാനൊരു ഇമിറ്റേറ്റഡ് പേഴ്സൺ കൂടിയാണ്. അപ്പം അവരെന്തെങ്കിലും ചെയ്യുന്നത് പോലെ തന്നെ ജീവിച്ചാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ശേഷം കൂടുതൽ ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റിയൊരു അഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ പോകുന്ന രീതി, എന്റെ ഫിസിക്ക്, എന്റെ അപ്പിയറൻസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ആൾക്കാർ എന്നെ വിളിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു എന്റെ സാമ്പത്തിക ഭദ്രതയേക്കാൾ ഒരുപക്ഷെ ഒരു പടി മേലിൽ ഞാൻ അത് അഭിനയിക്കേണ്ടി വരുന്നു കൂടി എന്നുള്ളതും കൂടിയുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ, എനിക്ക് വരുമാനമുണ്ട്. മഞ്ജു, വെൽക്കം മഞ്ജു നമ്മളുടെ ചർച്ചയിലേക്ക്. ഞാൻ നേരത്തെ ഈ പ്രോഗ്രാമിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ വിദ്യാബാലൻ പറഞ്ഞല്ലോ ഈ കാശിനോടുള്ള പ്രണയത്തെ കുറിച്ച്, കാശിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അതുപോലെ തന്നെ നമ്മളെ മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഞ്ജുവാണ്
കാശിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും കാശില്ലാത്ത അവസ്ഥ വരുന്നതിനെ കുറിച്ചും ഇതുപോലെ തന്നെ സ്നേഹം വെള്ളത്തിലിട്ട് പുഴുങ്ങിയ അരിയാവൂല എന്ന് പറയുന്നത് മഞ്ജു കടന്നുപോയ സാഹചര്യങ്ങൾ തന്നെയാണ് മഞ്ജുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. പക്ഷെ അങ്ങനെ പറയുന്നതിന് ഒരു ധൈര്യം വേണം. പ്രത്യേകിച്ച് ഒരു സ്ത്രീ പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പണത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഉറക്കെ പറയുന്നതിന്. ഇപ്പോൾ ഈ ചർച്ച കേട്ടപ്പോൾ മഞ്ജുവിന് എന്താണ് തോന്നിയത്? ഈ പണത്തിനെ സ്നേഹിക്കുന്നതും പണം ആവശ്യമാണെന്ന് ഉറക്കെ പറയുന്നതും അത്ര മോശം കാര്യമാണോ? അങ്ങനെ പറയേണ്ട കാര്യം, അങ്ങനെ പറയേണ്ടത് ഒരു അനിവാര്യമാണ്. അനിവാര്യമാണെന്ന് പറയാൻ കാര്യം, നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നോ അത് നമ്മുടെ അടുത്തേക്ക് വരികയാണല്ലോ ചെയ്യുക. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. അങ്ങനെ ചേച്ചിയുടെ എന്റെയൊക്കെ ഒരു കാലഘട്ടത്തില് പണം അത്ര ഇമ്പോർട്ടന്റ് ഒന്നും ആയിരുന്നില്ല. അത് വിചാരിച്ചിട്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് പോയ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ ഇനി ഒരാൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കരുത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ പണം മാത്രമാണ് എല്ലാം എന്നുള്ളതല്ല. പണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനിപ്പോ ന്യൂജൻ കുട്ടികൾ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ മിടുക്ക്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് മുതലെടുത്ത് അവരവരുടെ ജോലിയാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ മകൻ ഗെയിമിങ്ങില് ജോലി കിട്ടി അവന് ബാംഗ്ലൂര്. അതൊരു നിസ്സാര സ്ഥലമല്ല, അതൊരു പ്രൊഫഷനാണ്. അങ്ങനെ അത് ചെയ്ത് ജോലി ചെയ്യുന്ന കുട്ടികള് അവർ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അത് മാനേജ്മെന്റ് സ്കിൽ. എനിക്ക് അവിടെ ഇരുന്നപ്പോഴേ വേറൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഒരു 5-6 ദിവസം മുൻപ് ഞാൻ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന് ഫോണിൽ നോക്കിയപ്പോൾ ഒരു 5-8 മിസ് കോള് കിടക്കുന്നു എൻ്റെ ഫോണിൽ, സെയിം നമ്പറിൽ നിന്ന്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പോ അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. ഞാൻ ഫോൺ എടുത്തപ്പം എന്നോട് എന്റെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു. ഈ വണ്ടി നിങ്ങളുടെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ വണ്ടിയുടെ നമ്പർ എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എന്റെ ഫോണിൽ നോക്കി, ഇത് തന്നെയാണോ എന്റെ വണ്ടിയുടെ നമ്പർ എന്ന്. അപ്പൊ അതെ, എന്റെ വണ്ടി തന്നെയാണ്, ബ്രൗൺ കളർ എക്കോസ്പോർട്ട്. അപ്പൊ ഞാൻ അതെ. അപ്പൊ ഉടനെ തന്നെ എന്റെ ചങ്കിൽ തീ പിടിച്ചു. കാരണം എന്റെ വണ്ടി ഞാനല്ല ഓടിക്കണേ, മറ്റു പലരുമാണ് ഓടിക്കുന്നത്. പിന്നെ ഇവമാര് ബെൽറ്റ് ഇടാതെ പോയോ, എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയോ, പല ചിന്തയായി പോയി. അപ്പൊ ഞാൻ ഇത് എന്താ കാര്യം എന്താന്ന് ചോദിച്ചപ്പോഴത്തേനും ഒരു 5 മിനിറ്റ് ഞാനിപ്പോ തിരിച്ചു വിളിക്കാവേ എന്നും പറഞ്ഞ് ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്യും. ഒന്നുകൂടെ പേടിയായി. അപ്പൊ വീണ്ടും പേടിയായി, എന്താ സംഭവം കർത്താവേ. അപ്പോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി എത്ര ഫെറ്റി അടിക്കണം എന്നുള്ളത് മാത്രം എന്റെ ചിന്ത. വീണ്ടും വിളിച്ചോണ്ടിരുന്നപ്പോഴത്തേനും ഇയാൾ ഫോൺ എടുത്തിട്ട് അതെ, ഞാൻ വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വണ്ടി ഏതൊരു ഡേറ്റ് പറഞ്ഞു എന്നോട്. ആ ഡേറ്റിൽ അതിലൂടെ പാസ് ചെയ്തു. അപ്പൊ എനിക്ക് ഉറപ്പായി ഏതോ കട തട്ടിമറിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ നിങ്ങള് എന്റെ കടയുടെ ഫ്രണ്ടില് വണ്ടി നിർത്തി, 2 ചായയും ഒരു വെള്ളവും മേടിച്ചു. എനിക്ക് പൈസ തന്നില്ല. എന്റെ 50 രൂപ എനിക്ക് അയച്ചു തരണം. വളരെ സത്യസന്ധമായിട്ട് അയാൾ സംസാരിച്ചു കേട്ടോ. എന്റെ 50 രൂപ എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. എന്നെ ചിന്തിപ്പിച്ചു. അപ്പൊ ഞാൻ അയ്യോ സോറി, എനിക്കറിയാം നിങ്ങൾ മറന്നു പോയതാണെന്ന് എനിക്കറിയാം, എനിക്ക് ആ പൈസ അയച്ചു തന്നാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ, ഇതാണോ ചേട്ടന്റെ വാട്സ്ആപ്പ്, ഇത് GPay നമ്പർ ഇതാണ്, ഞാനിപ്പോ തന്നെ അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ കൃത്യം 50 രൂപ, 51 അയച്ചില്ല, കൃത്യം 50 രൂപ തന്നെ ഞാൻ ആ ചേട്ടന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു. എനിക്ക് സൈബറില് ആളുണ്ടായിരുന്നു. ഞാൻ ഈ വണ്ടി നമ്പർ ഏതോ വീടിന്റെ CCTV ഏതോ കടയുടെ CCTV കിട്ടി. അത് സൈബറിൽ കൊടുത്തു. അങ്ങനെ 50 രൂപയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ അത്രമാത്രം പെയിൻ എടുത്തു. അത്ര ദിവസം അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഇത് ഒരു നിങ്ങൾ പറയുന്ന പോലെ ഗുഡ് മണി ആണല്ലോ. അദ്ദേഹത്തിന്റെ ഗുഡ് മണി വാങ്ങിച്ചെടുത്തു. ഇതൊരു നല്ല ബിസിനസ്സുകാരനാണോ? ഇദ്ദേഹം എന്താണ്? ഇങ്ങനെയാണോ? ഇങ്ങനെ ഒരാളെയാണോ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതാണോ? പേടി എന്താണെന്ന് അറിയുന്നുള്ളൂ. ചിലപ്പോ ഇനി ബോംബ് വരാനിരിക്കുന്നുള്ളതാണ് എന്റെ പേടി. അതിന്റെ അല്ല വിഷയം പറഞ്ഞില്ല. ഇപ്പൊ അവര് അയച്ചു കൊടുത്തപ്പോ നിങ്ങളുടെ GPay നമ്പർ കിട്ടി. ഇനി അത് വെച്ചിട്ട് അവർക്ക് വേറെ വല്ല ഫ്രോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പേടി. പക്ഷേ ഞാൻ ആ ചായക്കടയൊക്കെ കണ്ടുപിടിച്ചു. അതാ വെരി ഗുഡ്. അങ്ങനെയല്ല, ഇത് ശരിക്കും കുടിച്ചതാണോ ചായ? ഇതിന്റെ ഞാൻ പറഞ്ഞു, ഇത് ഈ 50 രൂപയുടെ പ്രശ്നമല്ല. ഇതിപ്പോ എനിക്ക്, നമ്മളൊരു പെട്ടിക്കടക്കാരനാന്ന് വിചാരിച്ചോ, ഞാൻ വന്ന് എക്കോസ്പോർട്ട് കാറിൽ നല്ല ചെത്തൊക്കെ ഇട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് കാശ് തരാതെ പോയി. അപ്പൊ എൻ്റെ ഒരു ചിന്തയില് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ പറ്റിച്ചു പോയി എന്നുള്ള ഒരിത് വരും. 50 രൂപയുടെ ഫാക്ടർ അല്ല, അത് 10 രൂപയാണെങ്കിൽ പോലും എനിക്ക് കാശ് തരാതെ അയാൾ പോയി. അത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അതിന്റെ മുകളില് ബിൽഡപ്പ് ചെയ്യണതാണ്.
അപ്പൊ ഇതിന്റെ അകത്ത് ആ മണി അല്ല ഫാക്ടർ, നമുക്ക് കാശ് തരാതെ പോയത്. അങ്ങനെ പോകാൻ പാടില്ല. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടി ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ശരി. അല്ലാതെ വേറെ ഒന്നുമല്ല. അത് കാണാം. ഇതിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മകൻ വർക്ക് ചെയ്യുന്നിടത്ത് വക്കീലാണ്. അപ്പൊ അവൻ ഒരു കേസ് അവിടെ വന്നിരിക്കുകയാണ്. എന്താ UPI ട്രാൻസാക്ഷനില്, ഞാൻ ജഡ്ജിന്റെ പേര് പറയുന്നില്ല, UPI ട്രാൻസാക്ഷനിൽ ഒരു 94 രൂപ അയച്ചു എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അയാൾ കേസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഗതി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഒന്നെങ്കിൽ ബാങ്കിന്റെ കുഴപ്പം, അല്ലെങ്കിൽ സെർവറിന്റെ കുഴപ്പം, അല്ലെങ്കിൽ ആ അയക്കേണ്ട ആൾ അയച്ചിട്ടില്ല. പക്ഷെ 94 രൂപയ്ക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള മനുഷ്യര് 50 രൂപയ്ക്കും 94 രൂപയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ഏതറ്റം വരെയും പോകുന്ന ആളുകൾ ഉണ്ടാവാം. അതിന് 2 തരത്തിൽ കാണാം. ഒന്ന്, ഇതേപോലെ ആസ് എ മണി മാനേജ്മെന്റ് എക്സ്പെർട്ട് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ 2 ആംഗിളാണ്. ഇനി മൂന്നാമതൊരു ആംഗിള് 50 രൂപയ്ക്ക് പോലും അല്ലെങ്കിൽ 94 രൂപയ്ക്ക് പോലും വളരെയധികം വാല്യൂ കൽപ്പിക്കുന്ന ഒരാളായിക്കൂടെ? ജോലി ചെയ്ത പൈസ അയാൾക്ക് വേണം. പക്ഷെ അങ്ങനെ 50 രൂപയ്ക്ക് വാല്യൂ കാണിക്കുന്ന ആളാണെങ്കിൽ ഇത്രയും ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. അല്ല, ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാലേ വലിയ വിദ്യാഭ്യാസം ഒന്നുള്ള ആളായിട്ട് എനിക്ക് തോന്നിയില്ല. അയാൾക്ക് മഞ്ജുന് മനസ്സിലായി. അത്യാവശ്യം നമ്പർ പ്ലേറ്റും ക്യാമറയിലും നോക്കി സൈബറൊക്കെ വിവരമുള്ള ആളാണ്. അല്ലെങ്കിൽ കൂടെ അല്ല, ഇതില് എന്റെ ഒരു കാര്യം ഞാൻ ഇന്ന് ഈ പലപ്പോഴും പല ഫ്രോഡ് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് കഴിഞ്ഞ ആഴ്ച ഈ ഒരു ആസ്പെക്ടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ അവരെന്നോട് പറയാന്നുള്ളത്, ഒരു പബ്ലിക്കലി അറിയപ്പെടുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ഒരു ഫ്രോഡിൽ പെട്ടിട്ട് 8 ലക്ഷം രൂപ പോയി. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസിൽ 3 മണിക്കൂർ കാത്തിരുന്നിട്ടാണ് കണ്ടത്. കാരണം ഞാനൊരു സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ വന്ന് അവർ കാത്തിരുന്ന്, ആൻഡ് ഹൈലി എഡ്യൂക്കേറ്റഡ്, ഹൈലി റെസ്പെക്റ്റഡ്, ആൻഡ് പിള്ളേർ എംബസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാർ. കാരണം അവരുടെ സമ്മതമുണ്ട്. അതിൻ്റെ ഞാൻ ഈ പറഞ്ഞത് എന്നോട് പറഞ്ഞ് അവരെ വെച്ചിട്ട് ചെയ്തത്. പക്ഷെ ഇപ്പം അപ്പോൾ അവരായിട്ട് ഡീൽ ചെയ്ത ടൈമിൽ ഞാൻ ഇതൊന്നും കൂടി സെർച്ച് ചെയ്ത ടൈമിൽ ഒരു ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞാനിത് സംഭവിക്കില്ല കേട്ടോ. മഞ്ജു ചേച്ചിക്ക് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവും, പേടിക്കണ്ട. മഞ്ജു പ്രായം തോന്നുന്നു, നല്ല പ്രായം തോന്നുന്നു. അല്ല, ഞാൻ റെസ്പെക്റ്റോട് വിളിക്കണത്. ചിലപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കട്ടെ മഞ്ജുവിന്. പക്ഷേ ഇങ്ങനെയും ഒരു ഫ്രോഡ് നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞിട്ട് അവർ നമ്മളോട് ഇങ്ങനെ GP അയക്കാൻ പറയും. അപ്പം അവർക്ക് GPയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് എന്തെങ്കിലും അങ്ങനെ ഫ്രോഡ് നടക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായി സൈബർ സെല്ലിൽ പ്രത്യേകിച്ച് ഒരാളൊക്കെ അയ്യോ പാവം. പക്ഷെ അവള് ജഡ്ജ് ചെയ്യൂല. പക്ഷെ മഞ്ജു, ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിപ്പോ വേറൊരു ആംഗിളിലേക്ക് നമ്മുടെ ചർച്ച പോവുകയാണ്. ഇതൊരു വളരെ ഫാക്ട് തന്നെയാണ്. പക്ഷെ ഇതിപ്പോ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഒരു കലാകാരി എന്നുള്ളത് ചിലപ്പോൾ ഒരു ആരാധകനായിക്കൂടെ എന്നൊക്കെ ചിന്തിക്കാം നമുക്ക്. പക്ഷെ ഇതൊന്നും അല്ലാതെ ഈ ഫോൺ നമ്പർ തപ്പിയെടുക്കാൻ അയാളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്പർ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ഒരു സാധാരണക്കാരനല്ല. നല്ലൊരു വിവരമുള്ള ഉറപ്പാണത്. വല്ല കേസും കൂട്ടൊക്കെ ആവും. പണി പോവോ? ഇല്ല, സംഭവം ഇതുള്ളതാണ്. ഇങ്ങനെ ഒത്തിരി നമ്പറൊക്കെ ഈസി ആയിട്ട് കിട്ടും. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒത്തിരി ഫ്രോഡുകൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി അടുത്ത ദിവസം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നിഖിലിന്റെ ഒഫീഷ്യൽ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാം. എന്നിട്ട് പല ആൾക്കാരായിട്ടും ഇപ്പൊ ഞാനാണെന്ന് വിചാരിക്കണ പോലെയൊക്കെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന് ഇതൊന്നും കാണിക്കണ്ട. എന്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന് 35 ലക്ഷം രൂപ അങ്ങനെ പോയി സ്കാം വഴി. മറ്റൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, AI ജനറേറ്റഡ് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. വളരെയധികം ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനകത്ത് ഒരു വീഡിയോ കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. അതിനകത്ത് എലോൺ മസ്ക് കേരളത്തിൽ വന്നു, 2 ഗ്രാമത്തിൽ വന്ന് 2 പേരോട് സംസാരിക്കുകയാണ്. അതിനകത്തൊരു പ്രായമുള്ളൊരു അപ്പൂപ്പൻ എലോൺ മസ്കിനോട് പറയാണ്, മോനെ ഇതൊക്കെ വിട്ടിട്ട് ഒരു ഗവൺമെന്റ് ജോലി നോക്കിക്കൂടെ, ഒന്നുമില്ലെങ്കിൽ വയസ്സാകുമ്പോൾ പെൻഷൻ കിട്ടുമല്ലോ. ഇത് കേട്ടിട്ട് എലോൺ മസ്ക് ഒറ്റ ഓട്ടോടെയാണ് എസ്കേപ്പ് അടിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു AI വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം മലയാളികളുടെ ഒരു പൊതുബോധമാണ് ആ AI വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അതായത് ഈ ബിസിനസിന്റെ പിന്നാലെ ഒന്നും പോണ്ട, ഒരു സർക്കാർ ജോലി ചെയ്ത് വയസ്സാകുമ്പോൾ ഒരു പെൻഷൻ കിട്ടി നല്ല സുഖമായിട്ട് ജീവിച്ചൂടെ എന്നുള്ളത്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ പണം എന്ന് പറയുമ്പോൾ ഒരു മോശം കാര്യമാണ്, പണം സമ്പാദിക്കുന്നത് വിളിച്ചു പറയുന്ന ഒരു മോശം കാര്യം
കാര്യമാണെന്നൊക്കെ എനിക്കത് എന്തുകൊണ്ടാ തോന്നിച്ചിട്ടുള്ളത് നമ്മൾ പണ്ട് മുതൽ ഇത് വളരെ നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതല് നമുക്ക് പറഞ്ഞു തന്ന കഥകള്, നമ്മൾ കേട്ട ഗുണപാഠങ്ങള്, ഇതിലെല്ലാം സ്നേഹത്തിനാണ് സ്നേഹം മാത്രം മതി ജീവിക്കാൻ, സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ, ഇങ്ങനെ നമ്മളെ പാടിയും പറഞ്ഞും പഠിപ്പിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിലും ആ സൊസൈറ്റിയിലും അത് ഓക്കെ ആയിരുന്നു. ഇന്ന് കാലം മാറി വന്നപ്പോ ഇതെല്ലാം പോയി. ഇവിടെ ഇപ്പോ അന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പപ്പായ കിട്ടും, ഇച്ചിരി ഒരു ചോട് കപ്പ അപ്പുറത്തുനിന്ന് കിട്ടും. ഇന്ന് അതൊന്നുമില്ല. അത് ഒന്നും വേണ്ട, ഒരു ചായക്ക് പഞ്ചസാര ഇല്ലെങ്കിൽ അപ്പുറത്തെ ഗ്ലാസ്സിൽ നിന്ന് മതിലിന്റെ മുകളിൽ ഒരു പഞ്ചസാര വരും. അല്ലേ? ഇപ്പൊ ഒരു കിലോ കപ്പയ്ക്ക് 35 രൂപ കൊടുക്കണം. അന്നത്തെ സിറ്റുവേഷൻ മാറിപ്പോയി. ഇന്നത്തെ കാലഘട്ടം, സൊസൈറ്റി എല്ലാം വേറെയാണ്. അപ്പൊ ഇവിടെ സ്നേഹം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. സ്നേഹം പറഞ്ഞാൽ ഇന്ന് അത് പറയാനുള്ള അധികാരം സന്യാസിമാർക്ക് മാത്രമേ ഉള്ളൂ. അവര് മാത്രമേ ധ്യാനിച്ചുകൊണ്ട് അതൊന്നും വിചാരിക്കണ്ട. എല്ലാവർക്കും പൈസ വേണ്ടാത്തവരാന്ന് വിചാരിക്കണ്ട. അയ്യോ, അത് മഞ്ജുവിന്റെ നല്ല മനസ്സ് കേട്ടോ, വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് അല്ലാതെ ജെന്യൂൻ ആയിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇന്ന് സ്നേഹം മതി, പൈസ വേണ്ടെന്ന് പറയാനുള്ള അധികാരമുള്ളൂ. രാവിലെ നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെ പണിയെടുക്കുന്നത് എന്തിനാ? പൈസക്ക് വേണ്ടി തന്നെയാണ്. ഈ പൈസക്ക് ചീത്തപ്പേരിന്റെ മെയിൻ പ്രോബ്ലം എന്താ ഞാൻ പറയാം, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ഒരു പ്രശ്നം. നമ്മൾ അധികം പൈസ ഒന്നും ഉണ്ടാക്കൂല, ജോലിക്കൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പൈസ ഉള്ളവരെ കാണുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അസൂയാണത് ഡെഫിനറ്റ്ലി. അവൻ ഇന്നലെ പൈസക്കാരനായതാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെ അത് അവനെന്തോ ഇങ്ങനെ ഇതിലുണ്ടാക്കിയ പൈസയാണ്, അങ്ങനെ പറയും. അത് ആ ഒരു അപ്രോച്ചാണ്. അതായത് ആ പൈസ ഉണ്ടാക്കിയത് നല്ലൊരു വഴിയിലല്ല എന്ന് പറഞ്ഞുണ്ടാക്കണം. ഇത് ഈ പറയുന്ന ആൾക്കാർ മിക്ക ആളുകൾക്കും കാശില്ലാത്തവരാണ്. അതിന് അവർ സ്വന്തം എക്സ്ക്യൂസ് കണ്ടെത്തണം. ഞാനെല്ലാം ജോലിക്കൊക്കെ പോയി വളരെ നീറ്റായിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അവർ ബിസിനസ്സിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ കറക്റ്റ് രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ അവിടെ തീരും. നമ്മൾ സ്വന്തം സേവ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഒറ്റൊരു കാര്യം കൂടി ചോദിച്ചാൽ സംഗതി, അപ്പൊ ഈ പണം ഉണ്ടായാൽ അഹങ്കാരം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അഹങ്കാരം ഉണ്ടായാൽ അപ്പോഴല്ലേ ഇത് പണത്തിന്റെ പ്രശ്നം ഉണ്ടാവുന്നത്? ആ പണം കൊണ്ടല്ലേ? അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് ഈ ചിലവർക്ക് ഈ പൈസ ഇല്ലാത്ത ആൾക്കാർക്കും അഹങ്കാരമുണ്ട്. പൈസ ഇല്ലെങ്കിൽ പോലും കുറച്ച് കുറയുന്നില്ല. ചിലവർ കാണിക്കും. പൈസ ഇല്ലെങ്കിലും അല്ല ഈ പണം ഉള്ളപ്പോ ഒരു എക്സ്ട്രാ പണത്തിന്റെ ഒരു ധൈര്യം വരുമ്പോ അത് ആ ക്യാരക്ടറിന്റെ മാത്രമുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ കാശുള്ളവര് വളരെ നല്ല ആൾക്കാരുണ്ട്. അഹങ്കാരികളായിരിക്കും. പുറമെയുള്ള ആൾക്കാർക്ക് പൈസ ഉണ്ട്, അപ്പൊ അവൾ അഹങ്കാരിയാണ് തോന്നിക്കും. നമുക്ക് റിലേറ്റ് ചെയ്യാൻ അത് മലയാളി അപ്രോച്ചും കൂടിയാണ് കേട്ടോ. അവന്റെ കയ്യിൽ കാശുണ്ട്, അവന് ഭയങ്കര അഹങ്കാരമായിരിക്കും. പണത്തിന്റെ ഒരു വാക്കുണ്ടല്ലോ, ഹുങ്ക്. പണത്തിന്റെ ഹുങ്ക് കാണിക്കുന്നവരും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മഞ്ജു, ഇപ്പൊ നമ്മളെ ഒരു വിഷയം തുടങ്ങിയത് തന്നെ പണം സന്തോഷം നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ മഞ്ജുവിന്റെ ജീവിതത്തില് പണം വന്നതിന് ശേഷം മഞ്ജു ഭയങ്കര ഹാപ്പിയാണോ? പിന്നെ സന്തോഷമാണ്. പറയാം, ഹാപ്പിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ പണം വന്നപ്പോ കോൺഫിഡൻസ് ഉണ്ടായി. സൗഹൃദങ്ങൾ അന്നും ഇന്നും എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, മറ്റുള്ളവരെ പോലെ ഡ്രസ് ചെയ്യാൻ പറ്റുന്നു, മറ്റുള്ളവർക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാവുന്നു. ഇതെല്ലാം നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ല, മഞ്ജുവിന് അറിയാലോ, മഞ്ജുവിന്റെ പണം വന്നത് കൊണ്ടാണ് ഇപ്പൊ പലരും മഞ്ജുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത്. ആ സ്നേഹം എന്ന വാക്ക് അവിടെ ആണോ? അതല്ല. കാരണം ഞാൻ പൈസ ആർക്കും കൊടുക്കണമൊന്നുമില്ല, അതുകൊണ്ടല്ല. പിന്നെ ഒരാൾക്ക് പണം ഉണ്ടെന്ന് വിചാരിച്ചാൽ സ്നേഹിച്ചു കളയൊന്നുമില്ല. പിന്നെ പണം സ്നേഹം ഫേക്കും ആയിരിക്കും കേട്ടോ. അത് തീരുമ്പോ പോരാവുന്നുള്ളു. മഞ്ജു സിനിമയിൽ വന്ന സമയത്ത് കാശിന് ബുദ്ധിമുട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ സിനിമാക്കാരിൽ നിന്നൊരു അവഗണനയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. അതിന് നമുക്കൊരു ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോ നമുക്ക് തന്നെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു കോൺഫിഡൻസ്. പിന്നെ നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഇടാം, നല്ല ഭക്ഷണം കഴിക്കാം. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ നമ്മളെ കാണുന്നവർക്ക് ഒരു സന്തോഷം. അപ്പൊ കൂടുതൽ അടുക്കും നമ്മളുമായിട്ട്. നമ്മൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അവരോട് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവരോട് നമുക്ക് നന്നായി ബിഹേവ് ചെയ്യാൻ പറ്റും. അവരതിനനുസരിച്ച് നമ്മൾക്കും നമ്മളോട് കുറെ കൂടി അടുക്കും. അങ്ങനെയൊക്കെ ഓഫ് കോഴ്സ് പൈസ വരുമ്പോ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. പക്ഷെ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട്
എന്നെ നീ അങ്ങ് മാറി നിൽക്കുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും താങ്ക് യു മഞ്ജു, താങ്ക് യു. പെട്ടെന്ന് അല്ലെ, നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് മഞ്ജുവിനെ കിട്ടിയത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നാദര, ഇപ്പോ മഞ്ജു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം ഈ കാശ് കണ്ട് ഈ സ്നേഹം എന്ന രീതിയിൽ അടുത്തുകൂടാൻ വരുന്നത് അതൊരു ഫേക്ക് ആണ്, അതിനെ നമുക്ക് സ്നേഹമെന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കാശില്ലാത്തതിന്റെ പേരിൽ ഈ തേച്ചിട്ട് പോവാന്ന് പറയുമല്ലോ, അതൊരു മോശം കാര്യമല്ല എന്നാണ് എല്ലാ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. അപ്പൊ അതിലെന്തോ ഒരു വൈരുദ്ധ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാ സ്നേഹവും അല്ല. ഇപ്പം വീട്ടുകാർക്ക്, നമ്മുടെ പാരന്റ്സിന് അൾട്ടിമേറ്റ്ലി നമ്മൾ സ്നേഹമൊക്കെ ഉണ്ട്. അവർ നമ്മൾ നിർബന്ധിക്കും, ജോലിക്ക് പോകണം, സമ്പാദിക്കണം, ഗൾഫിൽ പോകണം എന്നൊക്കെ അവർ പറയും. സാമ്പത്തികമായിട്ട് ഇല്ലാതിരിക്കുമ്പോൾ അവർ കുറ്റപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് ഒരു ഫേക്ക് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ബന്ധങ്ങളിൽ പൈസയ്ക്ക് കുറച്ച് മൂല്യമുണ്ട്, അവരത് പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ പൈസ കൂടുന്ന സമയത്ത് പുതിയ സൗഹൃദമൊക്കെ വരുന്നതിൽ പുതിയ ബന്ധങ്ങൾ വാങ്ങിക്കാം എന്ന് പറയുമല്ലോ, പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. അത് അനുഭവിച്ച ഒരാളൊക്കെയാണ് ഞാൻ ലൈഫിലൊക്കെ. ഒരു പക്ഷെ ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. ബന്ധുക്കളുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ലൈഫിൽ സെറ്റിൽഡ് ആണെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു കൂട്ടം മനുഷ്യർ എന്റെ ചുറ്റും ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയുന്നു. പക്ഷെ എന്റെ വീട്ടുകാർക്ക് അത് അങ്ങനെയല്ല. വീട്ടുകാർക്ക് ഞാൻ ജനിച്ചു തൊട്ട് പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ തന്നെ അവർക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മൾ സേഫ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി അതൊരു പ്രതീക്ഷയല്ലേ, കുട്ടികളല്ലേ. നമ്മൾ വളരുന്ന സമയത്ത് വീട്ടുകാർക്കൊരു പ്രതീക്ഷയുണ്ട്, ഭാവിയിൽ ജോലിയെടുത്ത് അവരെ നോക്കും. ആ പ്രതീക്ഷ തെറ്റിച്ചില്ല, നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിമി, ഇപ്പൊ സിമിയുടെ അടുത്ത സുഹൃത്ത് മഞ്ജു പത്രോസ്, സിമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മഞ്ജു പത്രോസ്. മൈൽ സ്റ്റോൺ തന്ന ഇന്റർവ്യൂവിൽ തന്നെ മഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പണമാണ് ഏറ്റവും വലുത്, പണമില്ലാത്തവനെ വീട്ടുകാരും നാട്ടുകാരും ഒരു വിലയും കൊടുക്കില്ല എന്നുള്ളത്. മഞ്ജു പറഞ്ഞ ആ സംഭവം അത് റീലായിട്ട് ഒരുപാട് പോയായിരുന്നു. ഞാൻ തന്നെ പലർക്കും സ്റ്റേറ്റസ് ഇട്ട് കൊടുത്തു. അതിന്റെ അത്രയും ആ റീൽ ഇത്രയും വൈറൽ ആവാനുള്ള കാര്യം കാരണം മഞ്ജു പറഞ്ഞത് ഒരു വലിയൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. പക്ഷെ നമ്മളെല്ലാരും പറയാൻ മടിക്കുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ. അതായത് പണമുള്ളവനെ സ്വന്തം വീട്ടുകാർ പോലും, സ്വന്തം അച്ഛനും അമ്മയും പോലും വില കൽപ്പിക്കത്തുള്ളൂ. അല്ലാത്തവര് പണമില്ലാത്തവൻ പിണം എന്ന് പറയുമല്ലോ. നമ്മൾ ഈ പണം ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ പണ്ട് കാലത്ത് ഈ ഒരു പുതുപ്പണക്കാരൻ വരുമോ, പണക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളെ പരിഹസിക്കുമല്ലോ. ഇപ്പോ നാദിറ പറഞ്ഞ പോലെ തന്നെ പണമുണ്ട് എന്ന് കാണിക്കുന്നത്, ഒരു ബെൻസുകാർ വരുന്നത്, കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്, കുറച്ച് പെർഫ്യൂം ഒക്കെ പൂശുന്നത്, അതൊക്കെ അങ്ങനെയുള്ളവരെ നമ്മൾ പരിഹസിക്കാറുണ്ട്. പക്ഷേ നാദിറ പറഞ്ഞത് പണമുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് അതിലൊരു കുറച്ചിലുമില്ല. അത് അന്തസ്സായിട്ട് ഞാൻ പണമുള്ളവനാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ 2 വേർഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും. ഇപ്പൊ നാദിറ പറഞ്ഞ വളരെ കറക്റ്റാ. എനിക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് സത്യത്തിൽ പണം ഉണ്ടാവില്ല, പക്ഷെ അവര് വിലപിടിപ്പുള്ള ഫോൺ വാങ്ങിക്കും, നല്ല കാറിൽ സഞ്ചരിക്കും, പക്ഷെ തുച്ഛമായ സമ്പാദ്യമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അത് അവരുടെ കോൺഫിഡൻസ് ലെവലാണ്. ചില ആൾക്കാർക്ക് എത്ര പണം ഉണ്ടെന്നുണ്ടെങ്കിലും സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ പിശുക്കനല്ല ഞാൻ പറഞ്ഞത്, വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കാനാണ് താല്പര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം കുറച്ച് സൗണ്ടുള്ള ഫാമിലിയിൽ നിന്ന് ജനിച്ചു വളർന്നതാണ്. അപ്പൊ എനിക്ക് പൈസയുടെ മൂല്യം എന്താണെന്ന് എനിക്ക് കുഞ്ഞിലേന്നും അറിയില്ലായിരുന്നു. കുഞ്ഞിലേന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് കുറച്ച് നാൾ വരെയൊന്നും എനിക്ക് പൈസ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തോരം ആവശ്യമാണ് എന്നുള്ള കാര്യം, കാരണം എനിക്ക് ഒരു 100 രൂപ ചോദിക്കുമ്പോഴത്തേക്കും ഡാഡി 500 രൂപ തരും. അപ്പൊ നമുക്കറിയില്ല പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഭയങ്കര അത് പക്ഷെ നല്ല കാര്യമൊന്നും അല്ലട്ടെ ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പൈസക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എനിക്ക് ആ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, പൈസക്ക് ഇത്ര വിലയുണ്ടായിരുന്നോ. പക്ഷെ ആ സമയത്ത് എൻ്റെ ചെറുതിലുള്ള ആ സമയത്ത് അപ്പൊ ഞാൻ വിചാരിക്കും പൈസ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പൊ നമുക്ക് തരാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അധ്വാനിക്കാതെ കിട്ടുന്ന സംഭവമാണത്. എനിക്ക് പൈസക്ക് വേണ്ടി ഒട്ടും അധ്വാനിക്കേണ്ടേ വന്നിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്റെ ചെറുപ്പം തുടങ്ങി ഞാൻ അങ്ങനെയാണ് വളർന്നേക്കുന്നത്. പൈസ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫില് പൈസ ഭയങ്കര ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് സിമി ജീവിതം കടന്നുപോയത്. ഇപ്പോ റിയാലിറ്റി ഷോ വിന്നറാണ്, വ്ലോഗറാണ്. ഇപ്പോൾ അധ്വാനിച്ച് തന്നെ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ട്. അപ്പോ ഈ ഒരു സമയത്ത് സിമി സാബു വളരെ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. ഹാപ്പിനെസിന്റെ പിറകിൽ കാശാണോ പ്രവർത്തിച്ചത്?
കാശ് ഒരു 50% എന്ന് ഞാൻ പറയുള്ളൂ. പൈസ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ് എൻ്റെ ലൈഫില്. പക്ഷേ ഞാൻ റൺ ചെയ്യുന്ന ഫാമിലി ബിസിനസ്സാണ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് അതങ്ങോട്ട് ബിൽഡപ്പ് ചെയ്ത് ഒരു റെയിലിൽ ഓടിക്കൊണ്ട് പോണ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിനൊന്ന് മേൽനോട്ടം വെച്ച് എനിക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടണം. അങ്ങനെ അല്ലാതെ നമ്മളൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ ചെറിയൊരു ഓൺടർപ്രണർ ആണ്, സാരിയുടെ ബിസിനസ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഒരു ഓൺലൈൻ എൻ്റെ ഒരു സമയം പോക്കിന് ചെയ്തതാണ്. അതിൽ നിന്നും എനിക്ക് വരുമാനം കിട്ടുമ്പോഴത്തേക്കും അത് ഞാൻ ഒറ്റക്ക് നടത്തിക്കൊണ്ടുപോകണം. അപ്പൊ അത് വളരെ സന്തോഷം തന്നെ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് മഞ്ജുവായിട്ട് ചെയ്യുന്ന ഒരു ഞങ്ങൾ വേറെ തമാശയൊക്കെ തുടങ്ങിയതാണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ചുമ്മാ ഒരു വ്ളോഗ് ഒരു ടൈം പാസിന് തുടങ്ങിയതാണ്. സമ്പത്ത് സിമി എന്ന വ്യക്തിയിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സനു. ഇപ്പോ അധികാരം, പണം, പ്രശസ്തി, നമ്മൾ മനുഷ്യരെല്ലാം ഇതിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിനാണ്. ഇപ്പൊ പ്രശസ്തിയുടെ പിന്നാലെ മാത്രം ഓടുന്നവരെ നമ്മൾ മണ്ടന്മാരെന്നാണ് വിളിക്കുന്നത്. അതേസമയം അധികാരം, പൊളിറ്റീഷ്യൻസ്മാരെല്ലാം അധികാരത്തിന്റെ പിറകെയാണ്, ബിസിനസ്സുകാരെല്ലാം പണത്തിന്റെ പിറകെയാണ്. അപ്പോൾ ഈ അധികാരത്തിന്റെയും പണത്തിന്റെയും പിന്നാലെ പോകുന്നവരാണോ സമർത്ഥന്മാർ, ബുദ്ധിമാന്മാർ? ഇത് സംഭവം ഇപ്പൊ എല്ലാവരും ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു വി ലവ് മണി. ഇപ്പം എല്ലാവരും ഓപ്പൺ ആയിട്ട് പറയണത് പൈസ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒരു സീസൺ ചെയ്യണതിൻ്റെ പ്രശ്നം, അതായത് ചെറുപ്പത്തിലേ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ മണി ഡിസ്കഷൻസ് സാധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആയിരിക്കും സ്ട്രഗിൾ ചെയ്യണത്. പക്ഷെ ആരും പൈസയുടെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യൂല. ഇത് ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാദറോ മദറോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണേണ്, അങ്ങനത്തെ കേസസ് ആണെങ്കിൽ അത് അവനോട് പറയണ്ട. അപ്പൊ നമ്മുടെ പാരന്റ്സ് അങ്ങനെയാണ് നമ്മൾ സീസൺ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ മിക്ക ഒരു ഫേമസ് ഫാമിലീസും വെൽത്തി ഫാമിലീസിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മണി എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്കഷനാണ്. ഓക്കെ, അതൊരു ഫാക്ടർ ആയിരിക്കില്ല, പക്ഷെ ഈച്ച് ആൻഡ് എവറിത്തിങ് അത് അവർ റിപ്പോർട്ട് ചെയ്യും. ഈ പൈസക്ക് വില കൊടുക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്കത് കാണണം. കാരണം ഞാൻ ആരെയും കണ്ടിട്ടില്ല. കുറെ പേര് അത് പറയൂല, എനിക്ക് പൈസയോട് ഇഷ്ടമുണ്ടെന്നുള്ളതൊന്നും പറയൂല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതും നമ്മളെല്ലാവരും വർക്ക് ചെയ്യണത് ഡെയിലി ചെയ്യുന്നതും പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു കേസ്. ഒരു 60% കാര്യങ്ങളും അല്ലെങ്കിൽ 65% കാര്യങ്ങളും പൈസ വെച്ചിട്ട് നടക്കും. ഇപ്പം മാം പറഞ്ഞ പോലെ ഇപ്പൊ ലീഡേഴ്സ്, അധികാരത്തിലിരിക്കണവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പൈസ വെച്ച് നടക്കും. അപ്പൊ നമ്മളെപ്പോഴും വലിയ കോർപ്പറേറ്റ്സ് ഒക്കെ ആയിട്ട് ചില ആൾക്കാർ കേസൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ പറയാം അവരായിട്ടൊക്കെ കേസായിട്ട് ജയിക്കാൻ പറ്റൂല എന്ന് പറയും. കാരണം അവിടെ മണി പവർ ആണ്. അദാനി അംബാനിയാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വി കനോട്ട് വിൻ. അത് മണിയുടെ പവറാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ പൈസയ്ക്ക് ഇപ്പൊ വില അറിയണമെങ്കിൽ ഒരാളുടെ അടുത്ത് ഇപ്പൊ നമ്മൾ ഒരു വിശപ്പുള്ളൊരു കുട്ടിയുടെ അമ്മയോട് ചോദിച്ചാൽ മതി പൈസയുടെ വില കറക്റ്റ് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഒരു പാരൻസ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണേണ്, അവർക്കറിയാം പൈസയുടെ വില. പിന്നെ ഈ പൈസയ്ക്ക് വിലയില്ലാതെ പൈസയൊന്നുമല്ല റിലേഷൻഷിപ്പാണ് ഇത്ര വലിയ കാര്യം എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും പൈസ ഉള്ളവരാ. പൈസ ഉള്ള ആൾക്കാരാണ് അങ്ങനെ പലതും പറയാം. അവർക്ക് ആ പൈസ വെച്ചിട്ട് റിലേഷൻഷിപ്പ് പലതും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് അവർ ചെയ്യൂല. അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എനിക്കുണ്ട്, ബാക്കി കാര്യങ്ങളിലേക്ക് മാറും. അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾക്ക് ഈ ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിലും നമ്മളെ കയ്യിൽ കാശ് വേണ്ടേ? അല്ലെങ്കിൽ ഈ ബന്ധുക്കളൊന്നും നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയില്ലേ? മടിയാണ് പലർക്കും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ജീവിതത്തിൽ പണം ഇല്ലാത്ത അവസ്ഥയും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, പണം ധാരാളമുള്ള അവസ്ഥയും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പണമാണ് എല്ലാം എന്ന് ഞാൻ പറയില്ല. പണം ഉണ്ടെങ്കിൽ എല്ലാം അതിന്റെ പിറകെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പണം വലിയൊരു ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, രഞ്ജിനി പറഞ്ഞതിനോടെ പണം ഉണ്ടെങ്കിൽ എല്ലാം പിറകെ വരും എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നിഖില അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പണം ഉണ്ടെങ്കിലേ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവത്തുള്ളൂ, സുഹൃത്തുക്കൾ കുറെ വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. അപ്പം എന്താണ് നിഖിലിന് തോന്നുന്നത്? പണം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പണം എന്ന് പറഞ്ഞൊരു സാധനമോ ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇത് ആരുപയോഗിക്കുന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ശരിക്കും പണം എത്ര ഉണ്ടെങ്കിലും എൻ്റെ ഫിലോസഫിയിലും എൻ്റെ പ്രിൻസിപ്പിൾസിലും വ്യത്യാസം വന്നില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം പണം ഒരു ഫാക്ടറാണ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ടൂൾ, റൈറ്റ്? പണമല്ല ഞാൻ. എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു $1 ബില്യൺ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് നിഖിലല്ല, അതാണ്. പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് $1 ബില്യൺ ഒന്നും മാനേജ് ചെയ്യാനുള്ള കഴിവ് എനിക്കായിട്ടില്ല. പക്ഷെ എന്നാലും ആ ടൂള് ഉപയോഗിക്കാൻ ഞാൻ കേപ്പബിൾ ആണെങ്കിൽ
ഇറ്റ്സ് ഗുഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പണം ഇല്ലെങ്കിലും ആ ഇല്ലാത്ത സിറ്റുവേഷനിൽ ടെൻഷൻ അടിക്കാതെ പണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഇനി ഈ ഇതിലുള്ള 2 കാര്യങ്ങളാണ്, പണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഗ്രീഡ് ആൻഡ് ഫിയർ. അപ്പോൾ പണം ഉണ്ടാവുമ്പോൾ എനിക്ക് ആ ഗ്രീഡിനെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നു, അല്ലെങ്കിൽ ഫിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. കാരണം പോകുന്നുള്ള പേടിയും വരാൻ പാടില്ലല്ലോ. പിന്നെ പണം ഇല്ലാത്ത ടൈമിൽ, ആ ടൈമിലും എനിക്ക് പണം ഇല്ലല്ലോ എന്നുള്ള പേടിനെയും ഇനി പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ഗ്രീഡിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് എനിക്ക് വേണം. അങ്ങനെയാണ് ഞാനൊരു പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാവാൻ പറ്റണത് എനിക്ക്. അവിടെ ഇനി ഗുഡ് മണിയുടെയും ബാഡ് മണിയുടെയും ഇൻഫ്ലുവൻസ്. പണം ഇങ്ങനെ നമുക്ക് പണം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് എനിക്ക് സ്മഗിൾ ചെയ്തിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുമോ? അത് എന്നെ കൊണ്ട് പറ്റില്ല. ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്, അതായത് ലവ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് ലവിങ് റെസ്പെക്ട് മണി എന്ന് പറയും. പൈസ റെസ്പെക്ട് ചെയ്യുക. ആ പൈസ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു ടൂളാണ്. കുറേ കാശുണ്ടെന്ന് വിചാരിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യണം. അത് ഒരാള് എങ്ങനെയാണ് ഒരു പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആൾക്ക് ഇഷ്ടമുള്ള കാര്യം ആൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ചില പേര് ട്രിപ്പിന് പോവും, ചില പേര് ഇതേപോലെ തന്നെ ഐഫോൺ വാങ്ങിക്കും, ചില പേര് അത് ബാക്കിയുള്ളവർക്ക് സഹായം ചെയ്യും. അത് അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. ഇപ്പോൾ നിഖിൽ സർ പറഞ്ഞ പോലെ ദിസ് ഇസ് എ ടൂൾ. അത് കുറേ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. മാനേജ് ചെയ്താലാണ് അത് കിട്ടുക. ഇതിപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പണം ഉണ്ടെങ്കിലാണ് ആൾക്കാർ കൂടെ ഉണ്ടാവുള്ളൂ. ഞാൻ വേറെ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. കൊല്ലങ്ങൾക്ക് മുന്നേ 94-95 ഞാൻ ചെറുതായിരുന്ന സമയത്ത് എൻ്റെ മദറിന് കേരള സ്റ്റേറ്റ് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ആണ്. അന്ന് 9 lakh rupees ആണ് ഫസ്റ്റ് പ്രൈസ്. അറൌണ്ട് 4.5 lakhs ടാക്സ് ഒക്കെ കഴിഞ്ഞ് കിട്ടും. എൻ്റെ മദർ പോയി എടുത്തൊന്നുമല്ല, എന്തോ ഭാഗ്യത്തിന് വീട്ടിലൊരാൾ കൊണ്ടുവന്ന് തന്നെ 5 രൂപയുടെ ടിക്കറ്റാണ്. പേപ്പർ കട്ടിങ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് ഈ ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞതിന് ശേഷം ഫാദർ എപ്പോഴും പറയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ്. കുറെ ആൾക്കാർ വരും, അവിടെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ട്, പല കാര്യത്തിന് ആൾക്കാർ വരും. അപ്പൊ നമ്മുടെ പൈസ ഉണ്ടല്ലോ, അപ്പൊ അത് നോക്കട്ടെ എന്നൊക്കെ പറയും. പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആരും ഉണ്ടാവില്ല. അതാണ് ഒരു ഫാക്ടർ. പൈസ ഇല്ലാത്തപ്പോ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ പണം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളൂ എന്നുള്ളൊരു ഇതില്ലേ, അത് തെറ്റാണ്. കാരണം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ അല്ലാത്ത റിലേഷൻഷിപ്പും ഉണ്ട്. പക്ഷെ അത് അങ്ങനെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. മാത്രം പണം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് മറ്റുള്ളതെല്ലാം വരും എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പണം ഇല്ലാത്ത അവസ്ഥയും വളരെ താഴോട്ട് പോയ അവസ്ഥയും. ഇതിപ്പോ നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതായാലും ആരോടും പറയാൻ പറ്റില്ല. അല്ല, തമാശയല്ല, പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ജീവിച്ചു വന്ന ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഒരുപാട് മാറിപ്പോവാൻ നമ്മൾക്ക് തന്നെ പറ്റില്ല, ആരും അറിഞ്ഞാലും ഇല്ലെങ്കിലും. ഇന്ന് ഞാൻ ഇന്ന് നാളെ എല്ലാ ദിവസവും കഞ്ഞി കുടിക്കുന്ന ഒരാള് ബിരിയാണി ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ആ കഞ്ഞി കുടിക്കാൻ പറ്റണം എല്ലാ ദിവസവും. പക്ഷെ ഈ കഞ്ഞി കുടിക്കാൻ ഇല്ലെങ്കിൽ ഇത് ആരോടെങ്കിലും പോയി എനിക്ക് കഞ്ഞി കുടിക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ അത് നമ്മളെ മലയാളികൾ പൊതുവെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ പണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ പണം ഉള്ളത് കൊണ്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ പണമില്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് ഇല്ലാതെയായ ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിൽ ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് സിമി പറഞ്ഞതുപോലെ വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ, അത് ചിലപ്പോൾ രക്തബന്ധമൊന്നും ആവണമെന്നില്ല. നമുക്ക് എന്താ പറയാ, അതാണ് യഥാർത്ഥ ബന്ധമെന്ന് തോന്നുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ജീവിതകാലം മുഴുവൻ എനിക്ക് കൊണ്ടുപോകണമെന്നും ഇപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, അതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് പണം ഇസ് നോട്ട് പിന്നെ പണം ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ള കുറെ കൂട്ടുകാർ വരികയോ അല്ലെങ്കിൽ കുറെ റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ പണം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും കുറെ ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ. നാദിര ആ ബിഗ് ബോസിൽ പറഞ്ഞല്ലോ ഇത് സ്വാർത്ഥതയാണെന്ന് വിചാരിക്കരുതെന്ന്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, വിദ്യാബാലൻ വളരെ ഉറക്കെ പറഞ്ഞു ഐ ലവ് മണി എന്ന് പറഞ്ഞു. അങ്ങനെ പണം എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ അത് എന്തുകൊണ്ടാണ് ഈ സൊസൈറ്റി റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞാൽ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ എന്താണ് നാദിരയുടെ ഒരു ജീവിതാനുഭവത്തിന് തോന്നിയ ഒരു റീസൺസ് എന്തായിരിക്കും? എന്തുകൊണ്ടാണ് സൊസൈറ്റി ഈ പണം ഇഷ്ടമുള്ളവരെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ 2K ഇല്ലെങ്കിൽ 90s അവസാനം ജനിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് ഭയങ്കര അടുപ്പം തോന്നുന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി പണമാണ് അത്. നിങ്ങൾക്ക് സ്നേഹം വേണോ കിട്ടും, നിങ്ങൾക്ക് നല്ല സൗഹൃദം വേണോ കിട്ടും, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണോ പണം ഉണ്ടെങ്കിൽ നേടാൻ പറ്റും. അപ്പം അടിസ്ഥാനമായിട്ട് ഞങ്ങൾ കുറച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ മനുഷ്യരൊക്കെ മനസ്സിലാക്കിയെടുത്തോളം സാമ്പത്തികമായിട്ട് സേഫ് ആയിരിക്കുന്ന ഒരാൾക്ക്
ഒരു ഭയങ്കര ഒരു സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. society പക്ഷെ അത് ഞങ്ങൾ തുറന്നു പറയാൻ റെഡിയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി ലിബറൽ ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് പറയാൻ റെഡിയാണ്. പ്രായ വ്യത്യാസം പറയുന്നില്ല കേട്ടോ. അല്ല ഞാനിപ്പോ പറഞ്ഞത് റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ബിൽഡ് ചെയ്യാൻ കേട്ടോ. പണം ഒരു മുഖ്യ ഘടകമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണം ഓഫ് കോഴ്സ് വേണം. ഞാൻ പറയാം, ഞാൻ ഒരു കമ്മിറ്റഡ് റിലേഷൻ എനിക്ക് ഉണ്ടായിരുന്നു, ലിവിങ് ടു ദ റിലേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല പ്രണയിച്ച 2 മനുഷ്യരാണ്. പക്ഷെ ഞങ്ങൾ അടിസ്ഥാനമായിട്ട് സാമ്പത്തികമായിട്ട് സേഫ് അല്ല. അതുകൊണ്ട് എനിക്ക് മ്യൂച്വലി പിരിയേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അത് പണത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് നമുക്ക് സ്നേഹമുണ്ട്. അല്ല, നാദരയുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിൽ, ഞങ്ങൾ വളരെ ചെറുപ്പമായിരുന്ന സമയത്താണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിലും സാമ്പത്തികമായിട്ട് ഞങ്ങൾ രണ്ടുപേരും സേഫ് അല്ല. ഭയങ്കര സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന സമയത്ത് ആണ് ഞങ്ങൾ റിലേഷൻ ആകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പ്രണയിച്ചു ഞങ്ങൾ 1 വർഷം പ്രണയിച്ചു, 2 വർഷം പ്രണയിച്ചു, 3 വർഷം വരെ പ്രണയിച്ചു. പ്രണയത്തിന് ഇപ്പോഴും പ്രശ്നമില്ല. സാമ്പത്തികമായിട്ട് സേഫ് അല്ലാത്തതുകൊണ്ട് 2 പേർക്കും അതിനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് മ്യൂച്വലി ചിന്തിക്കാലോ പിരിഞ്ഞു എന്നുള്ളതാണ്. അതെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ റിലേഷൻ കുറച്ചും കൂടി കാലത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ എപ്പോഴും പ്രശ്നം 2 പേർക്കും അപ്പോഴും സേഫാ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റിലേഷൻ ബ്രേക്ക് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനിപ്പോ ബിഗ് ബോസിൽ എത്തുകയും ഒരു സിനിമയൊക്കെ. പക്ഷെ അതിപ്പോ നാദര പറഞ്ഞത് ശരിയാണ്. അത് ഈ ജനറേഷന്റെ ഇതാണ്. എന്റെയൊക്കെ ടൈമില് പ്രണയിക്കുമ്പോഴത്തേക്കും നമ്മൾ പൈസ ഉണ്ടോന്ന് അറിയില്ല. പ്രണയിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഭയങ്കര ഇൻഫാക്ച്വേഷനിൽ അങ്ങോട്ട് പ്രണയബദ്ധരായി ഇങ്ങനെ രണ്ടുപേരും. അപ്പൊ എങ്ങനത്തെ ഉള്ളൊരു ഫാമിലി ആണ് ഇത് പോലും ചിന്തിക്കില്ല നമ്മള്. ഇപ്പൊ പ്രണയിക്കാൻ കാശ് വേണം കേട്ടാ. ഇപ്പൊ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കോണ്ടാക്ട് ഒക്കെ ഞങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ അങ്ങനെ പിരിഞ്ഞു എന്ന് പറഞ്ഞാലും കോണ്ടാക്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടായാൽ മതി. ഇത് നിങ്ങൾ രണ്ടുപേരുടെ ഓഫീസിൽ വാ, ചേട്ടനോട് പറയും ഇതെല്ലാം ശരിയാക്കി തരാം. നമ്മുടെ സബ്ജക്ട് തന്നെ മാറി. അല്ല, നിഖിലിനോട് ചോദിക്കാൻ വരാണ്. ഇപ്പൊ നമ്മള് വിവാഹം ആലോചിക്കുമ്പം പൊതുവെ പണ്ട് മുതലേ ഉള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ, പയ്യന് നല്ല ജോലി വേണം, നല്ല സാമ്പത്തികമുള്ള ജോലി വേണം, പയ്യന്റെ വരുമാനം എത്രയാണെന്നുള്ളത് മാട്രിമോണിയിൽ പ്രത്യേകം എടുത്ത് വെച്ചേക്കും. ഞാനൊക്കെ നോക്കിയിട്ടുണ്ട് വരുമാനം എത്രയാണെന്നുള്ളത്. ഇപ്പൊ കുറച്ച് ചേഞ്ച് ഉണ്ട് കേട്ടാ. ഇപ്പൊ പണ്ട് അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ജോലിയായിരുന്നു സെക്യൂരിറ്റി. പണ്ട് സത്യം പറഞ്ഞ ജോലിയുടെ വിഷയം വെച്ചാല് നമ്മൾ ഈ ജോലിയാണെങ്കിൽ ഇത്ര ശമ്പളം ഉണ്ടെന്ന് നമ്മൾ ഗസ് ചെയ്യും. അപ്പൊ ശരിക്കും ഈ കല്യാണത്തിന്റെ ചോദിക്കും വരുമാനം എത്രയുണ്ടോ നോക്കും. മാത്രമല്ല പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിൽ വന്ന് സ്ഥലമുണ്ടോ, പെണ്ണിന് അത്യാവശ്യം സ്ഥലവും ഭൂമിയൊക്കെ ഉണ്ടോ അത് നോക്കും. ഫിനാൻഷ്യലി സെറ്റ് ആയാൽ മാത്രമേ ഒരു കല്യാണം എന്നുള്ളൊരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. കാരണം കല്യാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് കാശുള്ള വീട്ടില് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കാശ് വേണം എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാനൊരു ഇന്റർവ്യൂ കണ്ടതാണ്, ഒരു ആങ്കറിന്റെ ഇന്റർവ്യൂ കണ്ടതാണ്. പുള്ളിക്കാരി പെണ്ണ് കാണാൻ വന്നപ്പോൾ പയ്യൻ അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉള്ള പയ്യനാണ്, നല്ല സാമ്പത്തികമുണ്ട്. ഈ പയ്യൻ പെണ്ണിൻ്റെ അടുത്ത് കുറച്ച് വൊക്കാബുലറി ചോദിച്ചു. അപ്പോൾ ആ ഇംഗ്ലീഷ് വേർഡ്സിന്റെ മീനിങ് അറിയാൻ പോകുന്നു. പെൺകുട്ടിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പയ്യന് ബുദ്ധിയുള്ള പെണ്ണിനെയാണ് വേണ്ടത്. അപ്പോൾ അതിന്റെ കമന്റ് ഞാൻ വായിച്ചത്, ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ, പയ്യന് നല്ല ജോലി വേണം, പയ്യന് നല്ല സമ്പത്ത് വേണം, ഭയങ്കര അടിപൊളിയായിരിക്കണം, വൈറ്റ് കോളർ ജോബ് വേണം. അതേസമയം ഒത്തിരി ബുദ്ധിയുള്ള പെണ്ണിനെ വേണമെന്നൊരു പയ്യൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന്? തെറ്റൊന്നുമില്ല. കല്യാണത്തിന്റെ കേസില് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യം വെച്ചാൽ, ഒരു കാശുള്ള വീട്ടും കാശില്ലാത്ത ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തുണ്ടാക്കുന്നുള്ള കാര്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയണെങ്കിൽ ചിലപ്പോ പാലായിരിക്കും, ഡയമണ്ട് ആയിരിക്കും. ഈ 2 സാധനമായിട്ട് കലങ്ങില്ല. രണ്ടും ഭയങ്കര വിലയുള്ള സാധനം. പക്ഷെ പാലും പഞ്ചസാരയും കൂടിയാണെങ്കിൽ കലയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പുറത്ത് വിറ്റ് കാശുണ്ടാക്കാം. അപ്പൊ ഇത് ശരിക്കും നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആ ചെക്കനും പെൺകുട്ടിയും ഇനി അങ്ങോട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, കാശ് ഇപ്പൊ നമുക്ക് രണ്ടുപേരുടെയും വീട്ടുകാർ കോടിക്കണക്കിന് രൂപ രണ്ടുപേരും കിട്ടുകയാണ്. ഈ സാധനം കാശ് നശിപ്പിക്കാനൊരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തീരും. പ്രത്യേകിച്ച് നമുക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ തീരും. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ചില ടൈമിലൊക്കെ, ഞാൻ ഓഫീസിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഭയങ്കര ആത്മാഭിമാനത്തോടെ പറയണം ഞങ്ങൾക്ക് ആരെയും കാശ് വേണ്ട. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഉണ്ടാക്കാൻ അറിയാം എങ്ങനെയാണുള്ളത്. ആൻഡ് ദേ ബിൽഡ് ഫ്രം ദെയർ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സിസ്റ്റർ കല്യാണം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ സിസ്റ്ററോടും ഇവരോടും ചെറുക്കനോടൊക്കെ എല്ലാവരോടും പറഞ്ഞതാ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി.
ഇനി നിങ്ങൾ ബിൽഡ് ചെയ്യണം. കാരണം ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സിസ്റ്റർ ഞാൻ ആ പയ്യന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വാക്കിലും പിടിക്കരുത്, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു നമ്മള്. പക്ഷെ ആ ടൈമിൽ എന്റെ കോൺഫിഡൻസ് വെച്ചാൽ ഈ പയ്യന് ജോലി ഉള്ളതൊന്നല്ല. എന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ്ങിൽ PG ആണ്. ഈ പയ്യന് ജോലി പോയി കഴിഞ്ഞാലും ഇവൾക്ക് ജോലി എടുത്ത് അവനെ നോക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ സിസ്റ്ററോട് പറഞ്ഞ കാര്യം ഇതാ, എന്റെ വിശ്വാസം വെച്ചാൽ അവന് ജോലി ഇല്ലെങ്കിൽ ശരി നീ ജോലി എടുത്ത് അവനെ നോക്കാനുള്ള കഴിവ് നിൽക്കുന്നുണ്ട്. കാരണം യു ആർ എ യൂറോപ്പ് എഡ്യൂക്കേറ്റഡ് ഗേൾ. നമ്മൾ സേഫ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളതിൽ കാശ് ഉള്ളപ്പോൾ ചില ബന്ധങ്ങൾ നമ്മൾ അടുത്തേക്ക് വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികാരം, പണം, പ്രശസ്തി. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആങ്കറിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞപ്പോൾ അച്ഛൻ തന്നൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ പ്രശസ്തിയുടെ പിന്നാലെ പോകരുത്, നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമാകും. അധികാരം, പണം, ബുദ്ധിയുള്ളവർ അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. പ്രശസ്തിയുടെ പിന്നാലെ പോയി ജീവിതം നശിപ്പിക്കരുത്. ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു തൊഴിലാണല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് അങ്ങനെ ഒരു ഉപദേശം തന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കുട്ടികളെ വളർത്തുമ്പോൾ ചിലർക്ക് ഈ പ്രശസ്തിയോട് ഭയങ്കര ഒരു ഭ്രമമുണ്ടായിരിക്കും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ കാണുന്നവര് അധികാരത്തിന്റെ പിന്നാലെ പോകുന്നു, പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ്. അതുപോലെ തന്നെ പണത്തിന്റെ പിന്നാലെ പോകുന്നു. ശരിക്കും നമ്മളെ ഇനിയുള്ള കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ അവരെന്ത് പറഞ്ഞു വേണം വളർത്താൻ? ഈ അധികാരം, പ്രശസ്തി, പണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. എന്താണ് നിഖിലിന് പറയാനുള്ളത്? എനിക്ക് ഒരു ഫിലോസഫിക്കലായിട്ട് പറഞ്ഞേക്കാളും എനിക്കൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഒരു റിച്ച് ആയിട്ടുള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു ഹാപ്പി മണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അത് എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് നോക്കി ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. സെൽഫ് റിയലൈസേഷൻ അത്രയും വലിയ വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു വിഷയമുണ്ടല്ല. ഇപ്പൊ എന്ത് പ്രശസ്തി വന്നു കഴിഞ്ഞാലും ഇതെല്ലാം വേണം. ഇതിന്റെ എല്ലാത്തിന്റെ ബാലൻസ് ആണ്. അധികാരം വേണം, പ്രശസ്തി വേണം, കാശ് വേണം. അപ്പൊ ഇതെല്ലാത്തിന്റെ ഒരു ബാലൻസ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ പക്ഷെ ചിലപ്പോൾ നമ്മൾ പ്രശ്നത്തിൽ പ്രശസ്തി നമുക്ക് വേണ്ടെന്ന് പറയും. പക്ഷെ നമുക്ക് നമ്മുടെ മോട്ടിവേഷൻ എന്താ? നമുക്കൊരു പ്രശസ്തി കിട്ടുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം തോന്നുന്നു. അത് നമ്മുടെ ഒരു സ്വന്തം കാര്യം, ഒരു വാലിഡേഷൻ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു വാലിഡേഷൻ കിട്ടുന്നത്. എന്നാ നമുക്കിപ്പോ ഇപ്പൊ ജപ്പാനിലൊക്കെ മറ്റേ ഇക്കിക്കായ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്ത് പണി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ മൂവ്മെന്റ് ഓഫ് ഇക്കിക്കായ്. അപ്പൊ നമുക്ക് ഗുഡ് ആയിട്ടുള്ള നമുക്കറിയണം, നമുക്ക് ലവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം, സൊസൈറ്റിക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടാവണം, അതിൽ നിന്ന് കാശുണ്ടാക്കാൻ പറ്റണം. അപ്പൊ ഈ ബാലൻസ് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ വാരൻ ബഫറ്റ് ഒക്കെ പറഞ്ഞ മാതിരിയിട്ട് ഇപ്പൊ എനിക്കിപ്പോ ഒരു അവാർഡ് കിട്ടുകയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഹസ്ബൻഡ് എന്ന്. അപ്പോൾ ഞാനത് വാങ്ങുന്നു. ആ ടൈമിൽ എനിക്കറിയാം ഞാൻ ഒരു നല്ല ഹസ്ബൻഡ് ഇല്ലാതെ എന്റെ അവസ്ഥ ആലോചിക്കേ. പക്ഷെ ആരും അല്ലെ, കാശിന്റെ അവസ്ഥ തന്നെയാണ്. അപ്പൊ എന്റെ പൊന്നെ സിത്താരത് കേൾക്കണോ? അപ്പൊ പക്ഷെ എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. പക്ഷെ എനിക്കറിയാം വാട്ട് ഐ എം ഡൂയിങ് ഫോർ ഹെർ, അല്ലെങ്കിൽ വാട്ട് ഈസ് അവർ റിലേഷൻഷിപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നീഡ് എനി അവാർഡ് അല്ലേ. അപ്പൊ ഈ പൈസയും പ്രശസ്തി എല്ലാവരും വരുമ്പോഴും ആ ഒരു എല്ലാ കാര്യത്തിലും എനിക്ക് തന്നെ ഈ പറഞ്ഞ ഇക്കിഗായ് പ്ലസ് വാരൻ ബഫറ്റിന്റെ ഭയങ്കര ഒത്തിരി ഫിലോസഫീസ് ഉണ്ട് ഇത് പറഞ്ഞത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആക്ച്വലി സ്പീക്കിംഗ് വാലിഡേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഈ ഡിസ്കഷനിൽ കുറെ സ്ത്രീകൾ അങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പറ്റണ ഒരു അബദ്ധമാണ്. അബദ്ധമല്ല, ഐ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ എൻ്റെ ഫണ്ട് മാനേജേഴ്സിലെ ആൾക്കാരെയൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരു എഡിൽവൈസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ CEO ആണ്. അപ്പോൾ 1 ലക്ഷം കോടിയാണ് അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. സോ 1 ലക്ഷം കോടി പൂജ്യം എണ്ണിക്കോട്ടെ. അപ്പോൾ സോ അവരോട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ അവസാനം അവരെന്നോട് പറയുന്നത് ആസ് എ വുമൺ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ വുമൺ ആയിരുന്നില്ലേ നമ്മൾ. കാരണം വെച്ചാൽ ഇത്രയും വലിയ CEO ആയിരിക്കേണ്ട ശ്രീന എൻ്റെ വയസ്സാണ്. ഞാൻ വെച്ചാൽ എൻ്റെ ഫാൻ മൂവ്മെന്റ് ആണ് അവരെ മുന്നിൽ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ആസ് എ വുമൺ അവർ പറഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് അവരെന്നോട് പറയണം കേരള. അപ്പം ഞാനപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ആസ് എ വുമൺ കേരളത്തിലെ സ്ത്രീകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പറഞ്ഞ എല്ലാ വുമണിനോടുള്ള റെസ്പെക്ട് ഉണ്ട് ഞാൻ ഈ പറയാൻ പോണത്. കാരണം വെച്ചാൽ അവർ പറഞ്ഞതിൽ കേരളത്തിലെ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഇന്ത്യയിലത്തെ സ്ത്രീകളെക്കാളും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അവർ സെൽഫായിട്ട് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണ്. അവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ കാണുക, കുടുംബശ്രീ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകൾ എത്രമാത്രം സക്സസ് ആണ്. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾ വന്നിട്ട് അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഈ സ്ത്രീകളിൽ എന്ത് പഠിച്ചിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അത്ര റെസ്പെക്ട് ഇവിടെ എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വിദ്യാബാലൻ സ്ത്രീയായിട്ട് പറഞ്ഞു അതൊന്നും ഞാനത് കണക്കാക്കണേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഞാൻ വേറെ ലോകത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷെ കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പൊ മാമിന്റെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എന്താ ചെയ്തു വെച്ചേക്കണം എന്നുള്ളത്. കാരണം കേരളത്തിൽ എല്ലാവർക്കും അറിയില്ല നിങ്ങളാ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ
ഞാൻ കാണുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞ എല്ലാ നാട്ടുകാരോടും പറഞ്ഞ എല്ലാ ആളുകളും വന്ന് കണ്ടു പഠിക്കാനോ പറയണം നിങ്ങളെ അല്ലേ? അല്ല, അത് നല്ലൊരു പോയിന്റ് ആണ്. പക്ഷെ ഞാനത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ വിദ്യാബാലൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യാബാലന്റെ വിവാഹം നടക്കുന്ന സമയത്ത് വിദ്യാബാലന്റെ അച്ഛൻ വിദ്യാബാലനോട് പറഞ്ഞത്, നീ ഇനി കല്യാണം കഴിക്കാൻ പോവുകയല്ലേ, അപ്പോൾ എന്തായാലും നിന്റെ ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ ഒരാളായല്ലോ, നിന്റെ ഹസ്ബൻഡ് ഇനി നിന്റെ ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്തോളും, അപ്പോൾ നീ ഇനി ആ കാര്യത്തിൽ നീ ഇനി ഓക്കെ ആണല്ലോ. അപ്പോൾ വിദ്യാബാലൻ അച്ഛനോട് പറഞ്ഞു, അതെന്താ, ഞാൻ എൻ്റെ ഫിനാൻസ് ഞാൻ മാനേജ് ചെയ്താൽ എന്താ, നിനക്ക് അതിനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ലല്ലോ. അതായത് ഈ സമ്പത്ത് മാനേജ് ചെയ്യാൻ, അതായത് പണം മാനേജ് ചെയ്യാൻ ഈ കണക്കും സ്ത്രീയും തമ്മിൽ. അല്ല, ഇത് വിദ്യാബാലൻ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇടയ്ക്ക് ഒരു വർത്തമാനം പറയണ്ട. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല വിദ്യാബാലന് പൈസ മാനേജ് ചെയ്യാൻ അറിയാമല്ലോ. അത് ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു ബാങ്കിന് വേണ്ടിയിട്ട് അവർ അംബാസിഡർ ഒക്കെ ആകുമ്പോൾ അതിനുള്ള ബിൽഡപ്പ് ആയിരിക്കും അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് ഈ പണി വൃത്തിയായിട്ട് അറിയാം, അല്ലെങ്കിൽ അവർ ഇത്ര സക്സസ് ആവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ പലതും ഇപ്പം നമുക്ക് ഓരോ നെറേറ്റീവ്സ് ഉണ്ട്. ഞങ്ങൾ സ്ത്രീകൾക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു മോഡൽ ഒന്ന് പറയണ്ടാവും. അവർക്ക് ആ പണി, ആ ഡയലോഗ് പറഞ്ഞതിനായിരിക്കും അവർ കാശ് ഇടുന്നത്. അല്ല, നെഗറ്റീവ് ആയിട്ടല്ല പറയണത്. പക്ഷെ ഇതിലൊരു കാര്യമുള്ളത്, ഇപ്പം പൊതുവെ ഇത് പുരുഷന്മാര് പറഞ്ഞാൽ അതവിടെ ഒരു സൈബർ അറ്റാക്ക് ഇല്ല. സ്ത്രീകൾ പറയുമ്പോഴാണ് ഒരു സൈബർ ബുള്ളിങ്. ഇപ്പൊ വിദ്യാബാലന്റെ താഴത്ത് മോശമായ എന്തോരം കമന്റുകൾ നമ്മൾ നിരന്തരം കാണുന്നത്. പ്രത്യേകിച്ച് അവരുടെ പ്രൊഫഷനെ പറയാൻ പാടില്ലാത്ത അസഭ്യം പോലും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ആയതുകൊണ്ട്. പക്ഷെ അതൊരു പുരുഷനായിരുന്നു പറഞ്ഞിരുന്നത്. അമിതാഭ് ബച്ചൻ പറയണം പണമാണെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. പക്ഷെ അത് സ്ത്രീ പറയുമ്പോൾ ഒരു ബുള്ളിങ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുണ്ടോ സാർ? സാർ ഇപ്പൊ പറഞ്ഞതിന് സാർ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും ഇല്ല. എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ അങ്ങനത്തെ കമന്റ് നോക്കണ്ടാവില്ല. ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ അങ്ങനെ നോക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പുരുഷൻ സ്ത്രീ ഒരു ഇതിലും വേറെ ആവശ്യമില്ല. നമുക്കറിയാലോ, ഇന്ത്യയിലെ തന്നെ വലിയ വലിയ കമ്പനികളുടെ സിഇഒ പോസ്റ്റിലും ബാങ്കുകളുടെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെഡറൽ ബാങ്ക്, ഏതൊക്കെ ബാങ്കുകളുടെ ഏറ്റവും മുകളിലുള്ള തലപ്പത്തിരുന്ന സ്ത്രീകളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ത്രീക്ക് കുറവാണ്, പുരുഷന് നല്ലതാണ്, കുറച്ചും കൂടി മിടുക്കലാണ് എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ തോട്ടാണ്. അതൊക്കെ മാറിയിരിക്കുന്നു. ആക്ച്വലി തിരിച്ചാണ്. നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മണി മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്കാണ്. കാരണം അവർക്ക് ഈ ആണുങ്ങൾക്ക് അത്ര ഇമോഷണൽ ഡിസിഷൻസ് കുറവായിരിക്കും. പക്ഷെ അവർക്ക് നാട്ടില് മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇതിന് ഓപ്പർച്യൂണിറ്റി കിട്ടണില്ല എന്നാണ് സത്യം. മിക്ക ആളുകളും ജോലിക്ക് പോകുന്ന ആളുകൾ കുറവാണ്, ഏൺ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അപ്പൊ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. സനൂപ്, ഈ പണ്ട് കാലത്തെ നമ്മുടെ വീടുകളിലൊക്കെ, പല വീടുകളിലും അമ്മമാരൊക്കെ ഈ വീട്ടിൽ ഒട്ടും തീർത്തും പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ, എനിക്ക് മേ ബി നാദരയ്ക്ക് ഉമ്മയുടെ കാര്യത്തിലൊക്കെ റിലേറ്റ്, ജോലി ചെയ്യാത്തൊരു ഉമ്മയാണ്. ഇപ്പൊ എന്റെ അമ്മയൊക്കെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ പണ്ട് കാലത്ത് പല അമ്മമാരും ഒരു പൈസ ഇല്ലാതാവുമ്പോ പെട്ടെന്ന് അരിയുടെ ഉള്ളിൽ നിന്ന് ഒരു 100 രൂപ നോട്ട് അല്ലെങ്കിൽ ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ അരിയുടെ അകത്ത് ഒളിപ്പിച്ചു വെക്കും പറഞ്ഞ പോലെ, ആ തമാശയല്ല, പണം ഒളിപ്പിച്ചു വെക്കും. അല്ലെങ്കിൽ ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ, ചില പില്ലോ കവറിന്റെ ഉള്ളില്, ബെഡിന്റെ അടിയില്. അത് മണി മാനേജ്, ഒരു സേവിങ്സ് ആണ്. അവർക്ക് ബാങ്കിൽ പോകാൻ അറിയില്ല, പക്ഷെ അവർക്ക് സനു പറഞ്ഞു വളരെ കൃത്യമാണ്. കാരണം സ്ത്രീകൾക്കാണ് അത് സാധിക്കുക. സ്ത്രീകൾക്ക് സാധിച്ചാൽ അത് അതിഗംഭീരമാവുന്ന പറയാം. ചെറുപ്പത്തിലൊക്കെ നമ്മള് മദറിന്റെ അടുത്താണ് പൈസ ചോദിക്കുക. കാരണം ഫാദറിന്റെ അടുത്ത് ചോദിക്കാൻ പേടിയായിരിക്കും. അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോ എവിടെങ്ങളിൽ നിന്നൊക്കെ എടുത്തു തരും. അതിനെ ഞാൻ പറയാം. അപ്പൊ സ്ത്രീകൾ ഒട്ടും മോശക്കാരൊന്നുമില്ല, ഇപ്പോഴായിട്ടുണ്ടായ ഇത് പണ്ടേ നമ്മൾ അങ്ങനെയാണ്. അപ്പൊ ഏതായാലും നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ചർച്ചയായിരുന്നു കേട്ടോ. എനിക്കൊരു സെന്റൻസ് പറയാനുണ്ട്. എനിക്ക് ഇപ്പൊ നിഖിൽ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എനിക്ക് തോന്നിയത് നമ്മളിപ്പോ പണം 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 എന്ന് മാത്രം ചിന്തിച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതിന് പകരം, അത് പണം മോശമാണെന്നല്ല പറഞ്ഞത്, നമ്മളുടെ പാഷനെയും നമ്മളുടെ ഇൻട്രസ്റ്റുകളുടെയും നമ്മുടെ ഡ്രീമുകളുടെയും ഒക്കെ പുറകെ നമ്മൾ പോയി തുടങ്ങിയാൽ, വളരെ ഫോക്കസ്ഡ് ആയി പോയി തുടങ്ങിയാൽ കൃത്യമായിട്ട് പണം, നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, പണം നമ്മളിലേക്ക് എത്തും. ഇപ്പൊ നാദിറയുടെ കാര്യത്തില്, നാദിറ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാ പറയണത്. പക്ഷെ നാദിറ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തിയേറ്റർ പഠിച്ചു, നാദിറ ആക്ടിങ്ങിലേക്ക് വന്നു, നാദിറ ന്യൂസ് വായിക്കുന്നു. നാദിറയുടെ പാഷൻസിന്റെ പുറകെ നാദിറ പോയി. അപ്പൊ നമ്മുടെ പാഷന്റെ കൂടെ പോവുക, അതൊപ്പം തന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കുക, ആ ഡ്രീമിലേക്ക്, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി പണിയെടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് വെൽത്ത് എന്ന് പറയുന്നത് കെട്ടിവെച്ചിരിക്കുന്ന ഒരു സാധനമൊന്നുമല്ല. പണ്ടുള്ളവർ പറയും പണം ലക്ഷ്മിയാണ്, അത് വരും പോകുന്നത്. വേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പോകും, വേണ്ട രീതിയിൽ വെച്ചാൽ അത് അവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണം നമ്മളിലേക്ക് എത്തും. പക്ഷെ അതിനെ നിഖിലും സനുവും പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ നല്ലതാണ്. ദാറ്റ് ഈസ് ഗുഡ് മണി. അല്ലെങ്കിൽ അത്
പോയി. ഏതായാലും പണത്തിലൂടെ ഇതിപ്പോ രഞ്ജിനി മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ പറ്റും. ഈ കുറെ കോമഡിറ്റീസ് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നതിനൊപ്പം തന്നെ അതിന് പകരം നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പണം ഉപയോഗിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ഏതായാലും നല്ലൊരു ചർച്ചയായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ്.